ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു മൂവി സെൻട്രിക് ആയിട്ടുള്ള ഒരു ന്യൂസ് വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ജീത്തു ജോസഫിൻ്റെ മിറാജിൻ്റെ OTT റിലീസ്, പിന്നെ ഇവിടെ മോഹൻലാലിൻ്റെ രാവണപ്രഭുവിൻ്റെ റിലീസ്, പിന്നെ ഇവിടെ വാർ 2ൻ്റെ OTT റിലീസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും. ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ കോയ്മോയ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് സാധാരണ മൂവി സെൻട്രിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രം ഇവിടെ ഇടാറുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക ചാപ്റ്റർ 1 അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട്. കണ്ടോ, ആഡ് ചോയ്സ്, പിന്നെ എന്താ പറയുക, ഇവിടെ ഒരുപാട് ഇഷ്ടംപോലെ ഇതാണ്ടല്ലേ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് ഇവരിങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഈ ഒരു സൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിൽ ഇവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരാം. ഇതാണ് അവരുടെ ഏകദേശം ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ. അപ്പോൾ ഇവിടെ ഫിൽമി ബീറ്റ് ഉണ്ട്. ഫിൽമി ബീറ്റാണ് ഏറ്റവും വലിയ ഒരു മൂവി സെൻട്രിക് ആയിട്ടുള്ള ന്യൂസ് ചാനലാണ്. അപ്പോൾ അവരുണ്ടാക്കുന്നത് ഓൾമോസ്റ്റ് ഓരോ മാസം 52 ലക്ഷം രൂപയാണ് അവരുണ്ടാക്കുന്നത്. 52,89,000 ആ ഒരു എമൗണ്ടാണ് അവർ ഏറ്റവും ആവറേജ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഹൈ ആയിട്ട് ഏറ്റവും നല്ല സമയത്ത് അവർ 1 CR ഉണ്ടാക്കും. അപ്പോൾ അവർ 17 ലക്ഷം മുതൽ 1 കോടി വരെ ഒരു മാസം അവരുണ്ടാക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് കോയ്മോയ് എടുത്ത് നോക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നില്ലേ ആ ഒരു ന്യൂസ് ചാനൽ എടുത്ത് നോക്കാം. അവരെത്ര ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക 78 ലക്ഷം വിസിറ്റേഴ്സ് ഉണ്ട്. 7.8 മില്യൺ 78 ലക്ഷം വിസിറ്റേഴ്സ് ഉണ്ട്. അവരിവിടെ ഉണ്ടാക്കുന്ന ഏകദേശം 17,12,000 രൂപയാണ്. അപ്പോൾ ഇതുപോലെ ആഡ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടാണ് ഇവരിങ്ങനെ പൈസ ഉണ്ടാക്കുക, ഇതുപോലുള്ള വെബ്സൈറ്റുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോണറയിൽ ഏറ്റവും ചെറിയ ചാനൽ വരെ എന്താ പറയുക 5 ലക്ഷത്തി ആ ഒരു റേഞ്ചിൽ അവർ ആവറേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റയടിക്ക് 5 ലക്ഷം ഒന്നും കിട്ടില്ല. നിങ്ങളത് ബിൽഡ് ചെയ്ത് പോകണം. ഒരു ഓൾമോസ്റ്റ് 1 ഇയർ എടുക്കും. നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസം 10 പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒന്നും റൈറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എല്ലാം ChatGPT വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഈ വീഡിയോയിൽ. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വെബ്സൈറ്റിൽ ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ മെനു ഉണ്ട്. മെനുവിൽ നമുക്കിവിടെ ബോക്സ് ഓഫീസ്, മൂവി അപ്ഡേറ്റ്, OTT റിലീസാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് മൂന്നുമാണ് ആൾക്കാർ കൂടുതൽ നോക്കുള്ളൂ, സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ബോക്സ് ഓഫീസിൽ ഞാൻ മോളിവുഡ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിവിടെ ലോക ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ OTT റിലീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 10 കണ്ടൻറ്റേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതുപോലെ കണ്ടൻറ്റ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ആർട്ടിക്കിൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരെ ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ട്. അതായത് ഇവിടെ ബോക്സ് ഓഫീസ് ട്രജക്ടറി, ഇതൊക്കെ നിങ്ങൾക്ക് SEOന് ഭയങ്കര യൂസ്ഫുൾ ആയിക്കണ്ടോ. ഇതൊക്കെ ക്യാരക്ടേഴ്സാണ്. ഇതൊക്കെ SEOന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് നമ്മൾ ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള, നിങ്ങളുടെ വിസിറ്റേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതെന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് അയക്കാനാണ്. അതായത് ഇമെയിൽസ് അയക്കാനാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസ് ഇങ്ങനെ വരുന്നുണ്ടാവും നിങ്ങളുടെ ഫോണിലേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഓട്ടോമേറ്റ് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഏത് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ. ഇനി നമുക്ക് നേരെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കണ്ടന്റ് കാണും. പിന്നെ ഇവിടെ നമുക്ക് ആരാ ഇത് എഴുതിയിരിക്കുന്നതെന്നുള്ള ഓർഡർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്ത പോസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID കാണാൻ പറ്റും. പിന്നെ ഇവിടെ ലോഗോ, സെർച്ച്, പിന്നെ സോഷ്യൽ മീഡിയസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്താ പറയുക സ്പീഡ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സ്പീഡ് കുറവാണെന്നോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ.
നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൽ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നിങ്ങൾ ഫ്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിന് അഡീഷണൽ ആയിട്ട് ആകെ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത് ഹോസ്റ്റിങ്ങിനാണ്. ഹോസ്റ്റിങ്ങിന് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹോസ്റ്റിങ്ങിന് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. ഡൊമൈൻ ഫ്രീ ആണ്. ഈ വെബ്സൈറ്റ്, ഈ തീം എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ വേറൊരു ഫീച്ചറും കൂടി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയൻ്റെ സൈഡിൽ ഇവിടെ നൈറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് മോഡായിട്ടും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു തീമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്റ്റിംഗ്. ഹോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിലേക്കാണ് വേണ്ടത്. ഇത് ഹോസ്റ്റിംഗറാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫറും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ഇഷ്ടം പോലെ എന്താ പറയുക പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സിംഗിൾ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ 10 GB സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂസ് വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് കണ്ടൻറ്റ് നിങ്ങൾ ഡെയിലി 10ഉം 20ഉം പോസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല സ്പേസ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ സിംഗിൾ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. നിങ്ങളുടെ വെബ്സൈറ്റും ഭയങ്കര സ്ലോ ആയിരിക്കും. പ്ലസ് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഫ്രീ ഡൊമൈനൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ പ്രീമിയം പ്ലാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഡൊമൈൻ കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ 25 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതും വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ന്യൂസ് വെബ്സൈറ്റ് ആയതുകൊണ്ട് വളരെ കുറവായിരിക്കും. നിങ്ങൾക്കിവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റാർട്ടപ്പാണ്. ക്ലൗഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 100 വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് 100 GB NVMe സ്റ്റോറേജ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ 100 വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല 100 GB NVMe സ്റ്റോറേജ്. NVMe എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജാണ്. നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ ഭയങ്കര സ്പീഡിൽ ലോഡാവും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാരണം നമുക്ക് ഒരു വെബ്സൈറ്റ് നമ്മുടെ ഗൂഗിളിൽ റാങ്ക് ചെയ്യണമെന്നെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ ലോക്ക ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ടോപ്പ് സ്റ്റോറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിവിടെ കണ്ടില്ലേ, ഇവിടെ ബോളിവുഡ് മൂവീസ്, ഇതൊക്കെ ലോക്കൽ ചാനൽ, അതായത് ഇപ്പോൾ തുടങ്ങിയ ചാനൽസാണ്. ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ ടൈംസ് അല്ലെങ്കിൽ ഇപ്പോൾ സാഗ്നിക് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നുമല്ല. ഇവിടെ ഈ ബോളിവുഡ് മൂവി റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇതൊക്കെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് തുടങ്ങിയ ചാനൽസാണ്, ന്യൂസ് ചാനൽസാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ആകെ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കമ്പനി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഒരുപാട് എന്താ പറയുക കാലങ്ങളായിട്ടുള്ളതാണ്. ഒരുപാട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവർ ഒരുപാട് പോസ്റ്റ് ഇട്ട് അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് അവർ പോപ്പുലറാണ്. അപ്പോൾ ഗൂഗിളിന് അറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് നല്ല അതോറിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ഇടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് SEO എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോക്ക ചാപ്റ്റർ 1 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ചന്ദ്ര, ഇതൊക്കെയാണ് SEOനുള്ള ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ സൈഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ലോക്ക ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് അടിച്ചത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ലോക്ക ബോക്സ് ഓഫീസ് കളക്ഷൻസ്. ഇപ്പോൾ ഈ ലോക്ക എന്നുള്ള ഒരു ക്യാരക്ടർ, ബോക്സ് ഓഫീസ് കളക്ഷൻസ് എന്നുള്ളൊരു വേറൊരു വേർഡാണ്. അപ്പോൾ ഈ വേർഡ്സൊക്കെയാണ് SEOയിൽ വരുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മൂന്നാമത്തെ ഇതും വളരെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സൈറ്റിൻ്റെ ലോഡിങ് സ്പീഡ്. ഇപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും ഒരു സൈറ്റിലായെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് എടുക്കാം. ഹിന്ദുസ്ഥാൻ ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് തന്നെ ലോഡായി. അതും ഇത്രയും ആഡ്സ് ഉൾപ്പെടെ ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ലോഡായി. അപ്പോൾ ഈ ലോഡിങ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റ് ഇപ്പോൾ ഗൂഗിളിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് എടുത്തു, ക്ലിക്ക് ചെയ്തിട്ട് അത് ലോഡായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ച് പോവുള്ളൂ. അപ്പോൾ ഗൂഗിളിന് അത് എന്താ പറയുക താല്പര്യമില്ല. ഗൂഗിൾ ഒരിക്കലും അത് അങ്ങനത്തെ സൈറ്റുകളൊന്നും റാങ്ക് ചെയ്യില്ല. ഇപ്പോൾ ഗൂഗിൾ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റിന് വളരെ സ്പീഡ് വേണം. അപ്പോൾ ആ ഒരു സ്പീഡിനാണ് നിങ്ങൾ ഈ ക്ലൗഡ് ഹോസ്റ്റിംഗ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 100 GB NVMe സ്റ്റോറേജ് എല്ലാ കാര്യങ്ങളും കിട്ടും ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പ്രൈസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ക്ലൗഡിൻ്റെ കുറച്ചും കൂടി വലിയ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുക VPS ഹോസ്റ്റിംഗ് അങ്ങനത്തെ ഒരുപാട് ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സർവീസസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടപ്പ്, നമ്മൾ ഏറ്റവും ബേസിക് പ്ലാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ എടുത്തിട്ട് അത് ചൂസ് പ്ലാൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചൂസ് പ്ലാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 48 പീരിയഡിൽ നിന്ന് അവിടെ 48 months ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് 14 months എന്ന് പറഞ്ഞാൽ 4 വർഷം. നിങ്ങൾക്ക് 4 വർഷം വേണോ 12 മാസമാണോ, അതായത് 1 വർഷം വേണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 1 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് 639 രൂപ കൊടുക്കേണ്ടി വരും. 4 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് 479 രൂപയെ ഒരു മാസം കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷെ ഇത് വർഷം ആണ് ബില്ല് ചെയ്യുന്നത്. ഇപ്പോൾ 4 വർഷത്തേക്കാണെങ്കിൽ 23,000 രൂപ കൊടുക്കേണ്ടി വരും. 12 മാസത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് 7,670 രൂപ കൊടുക്കേണ്ടി വരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് റെഫറൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് ഞാൻ തന്ന ലിങ്ക് വഴി കയറി മാത്രമാണ് നിങ്ങൾക്ക് ഈ 2,000 രൂപയോളം ഓഫ് കിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 12 മാസത്തെ പ്ലാനിന് 2,000 രൂപയോളമാണ് ഓഫ് കിട്ടുന്നത്. അത് ഞാൻ തന്ന ലിങ്ക് വഴി കയറി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് 48 മാസത്തെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 6,000 രൂപയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ 1 year ആണോ 4 year ആണോ ഏതാണ് വേണ്ടത് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങളത് വൺസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഡൊമൈൻ കിട്ടും കേട്ടോ. അതാണ്ടല്ലേ ഇവിടെ ഫ്രീ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് കിട്ടും. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വരും. ഇത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നേരെ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെ ഈ ഒരു ബില്ലിംഗ് അഡ്രസ്സിലേക്ക് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം, പിന്നെ ലാസ്റ്റ് നെയിം ഇതൊക്കെ കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൺട്രി, ഫോൺ നമ്പർ, പിന്നെ എന്താ പറയുക സിറ്റി, അഡ്രസ്സ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ആൻഡ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലിങ്കിലേക്ക് ലോഗിൻ ചെയ്യണം. അതായത് hpanel.hostinger.com എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുക. അതായത് ഇവിടേക്കും എത്തുക. അപ്പോൾ നിങ്ങളുടെ ക്ലൗഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെയാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്ന എൻ്റെ ഹോസ്റ്റിംഗ് പ്ലാനാണ്. അപ്പോൾ ക്ലൗഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോസ്റ്റിംഗ് പ്ലാൻ ഇവിടെ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പേജ് hpanel.hostinger.com ഈ ഒരു പേജിലേക്ക് അത് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ നേരെ വേറൊരു സെപ്പറേറ്റ് ഒരു ടാബ് എടുത്തിട്ട് ഈ ഒരു പേജിലേക്ക് വന്നാൽ മതി കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എന്നിട്ട് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിലുണ്ടാവും. അപ്പോൾ അവിടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആഡ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെബ്സൈറ്റിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ആഡ് വെബ്സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ വേർഡ് പ്രസ് എന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എന്താ പറയുക ഇമെയിൽ ID, അതായത് ഇപ്പോൾ അഡ്മിൻ ഇമെയിൽ IDയും പിന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഈ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യട്ടോ. അവർ ഏതെങ്കിലും ഒരു പാസ്വേഡ് ആയിരിക്കും കൊടുക്കുക, അത് നിങ്ങൾ മാറ്റണം. ആൻഡ് അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് വരിക. ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് വെബ്സൈറ്റ് വിത്ത് AI പ്രീബിൽഡ് വെബ്സൈറ്റ് തീംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളത് നോക്കണ്ട. ഇവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക താഴെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡൊമൈൻ നെയിം ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്, നിങ്ങളുടെ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ഓൾറെഡി അത് പ്ലാൻ പർച്ചേസ് ചെയ്തതായതുകൊണ്ട് ഞാനിവിടെ ഒരു ഡൊമൈൻ നെയിം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് ഡൊമൈനാണ് തുടങ്ങിയത്. അതായത് ഇപ്പോൾ മൂവി ബസ് എന്ന് തുടങ്ങിയിട്ട് .malcolm1.com. അപ്പോൾ malcolm1.com എന്നാണ് എൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മൂവി ബസ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ സബ് ഡൊമൈൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിതിൽ ഫ്രീ ഡൊമൈൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ .com എന്ന് തന്നെ, ഇവിടെ ഈ ഡോട്ട് ഇല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ ഇത് ടേക്കണാണ്, ഈ ഒരു ഡൊമൈൻ ടേക്കൺ ആയതുകൊണ്ട് ഞാനിവിടെ malcolm1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ malcolm1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ $499 ആണ് ഫസ്റ്റ് ഇയർ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും, ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്കിത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് നിങ്ങളത് തുടങ്ങിക്കോളൂ. അപ്പോൾ ഞാനിവിടെ moviebus.malcolm1.com എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഫ്രീ സബ് ഡൊമൈനാണ്. അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിക്കും. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിങ് വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, വൺസ് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഈ ഒരു പേജിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നിന്നിട്ട്, ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്നിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാ പരിപാടികളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് എത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഈ ലിങ്കില്ലേ, ഇവിടെ നിങ്ങളുടെ ഡൊമൈൻ നെയിം, ഇവിടെ .com ഡൊമൈൻ നെയിം കൊടുത്തിട്ട് നിങ്ങളിവിടെ നിങ്ങളെങ്ങാനും ഈ ഒരു പേജിൽ നിന്ന് പോയി കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ WP-admin എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലേക്ക് ഡാഷ്ബോർഡിലേക്ക് എത്തും.
ഇതാണ് ഈ ഒരു പേജിൻ്റെ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊക്കെ അൺടിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആവാനാണ് ഡാഷ്ബോർഡ്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. ഇവിടെ അപ്പിയറൻസ്, പേജസ് കൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ നമുക്കിവിടെ യൂസേഴ്സിൽ പോവാം. യൂസേഴ്സിൽ ഇവിടെ പ്രൊഫൈലിൽ പോവാം. അപ്പോൾ പ്രൊഫൈൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും. അതായത് ഇപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ, ഇപ്പോൾ ഈ ഇമെയിലില്ലേ, ഈ ഇമെയിലൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അഡ്മിൻ കളർ സ്കീം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഏത് കളർ സ്കീം വേണമെന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ആക്കാം, മിഡ് നൈറ്റ് വേണമെങ്കിൽ അതാക്കാം, ഓഷ്യൻ വേണമെങ്കിൽ അതാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മോഡേൺ വേണമെങ്കിൽ. ഞാൻ മോഡേൺ ആണ് ചൂസ് ചെയ്യുക. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഡിഫോൾട്ട്, ഇതാണ് മോഡേൺ. അപ്പോൾ ഞാൻ മോഡേൺ ആണ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സെറ്റിങ്സിലേക്ക് പോവാം. ഓക്കെ, ഇത് സേവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യണം കേട്ടോ. ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം താഴെ വന്നിട്ട്. ആൻഡ് ഇനി നമുക്ക് സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് ടൈറ്റിലുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് മൂവി ബസ് എന്നാണ് നമ്മുടെ സൈറ്റിൻ്റെ പേര്. പിന്നെ ഇവിടെ ടാഗ് ലൈൻ ഉണ്ട്. അതായത് ഇപ്പോൾ മൂവി ബസ്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ടാഗ് ലൈൻ നിങ്ങൾക്ക് ചേർക്കാം. അതായത് ഇപ്പോൾ ബെസ്റ്റ് മൂവി സൈറ്റ് എന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബെസ്റ്റ് മൂവി ന്യൂസ് സൈറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ സൈറ്റ് ഐക്കണുണ്ട്. ഐക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഐക്കൺ. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ജനറലിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലോബ് പോലത്തെ ഒരു ഐക്കണാണ് കാണുന്നത്. അതായത് ഇവിടെ ക്യാൻവയുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻവയുടെ ഒരു ഐക്കണാണ് കാണുന്നത്. നമ്മുടെ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഐക്കൺ. ഓക്കെ, ഇതിവിടെയാണ് ചെയ്യേണ്ടത്. ഈ ഐക്കണൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു പുതിയ യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് സബ്സ്ക്രൈബർ ആയിട്ടാണോ ലോഗിൻ ചെയ്യുക, അതായത് ജോയിൻ ആവുക, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടർ ആയിട്ടാണോ അഡ്മിനിസ്ട്രേറ്റർ ആണോ, അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ നിന്ന് വെച്ചിട്ട്. അതിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കിടക്കുന്നില്ല. നമുക്ക് ഇനി നേരെ ഇവിടെ പെർമാലിങ്സിൽ പോകാം. പെർമാലിങ്സിൽ പോയിട്ട് നിങ്ങളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. അതായത് ഇവിടെ പോസ്റ്റ് നെയിമിലാണോ ഇത് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതായത് പെർമാലിങ്ക് സ്ട്രക്ചർ. ഇപ്പോൾ സ്ട്രക്ചർ നമുക്ക് ഈ നമ്പേഴ്സ് ഡേറ്റ് ഇതൊന്നും വേണ്ട, നമുക്കിവിടെ പോസ്റ്റ് നെയിം മാത്രം മതി. അതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇതൊരു തീമാണ്. ഈ ഒരു തീമിലാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ അപ്പിയറൻസിൽ ഹവർ ചെയ്തിട്ട് ഇവിടെ തീംസ് എന്നുണ്ട്. അപ്പോൾ ആ തീംസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു തീമാണ്. ഇത് വളരെ ബേസിക് തീമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മളത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടെണ്ണം ഇവിടെ ഓൾറെഡി ഉള്ള ഈ രണ്ടെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഡിലീറ്റ്. ഇതും അതേപോലെ തന്നെ ഡിലീറ്റ്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തീം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ആഡ് തീം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തീംസ് കാണാം. അപ്പോൾ തീംസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലോഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു തീമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം സിമിലർ ആണ്. കണ്ടല്ലേ, നമ്മുടെ ഇത് വെച്ചിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ട് തോന്നും ഇത്. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന തീം. അപ്പോൾ ഇവിടെ പേരെന്താണ്? ബ്ലോഗ് ലാമ്പ്. ഇതിവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തീം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ തീം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആവും. വൺസ് തീം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആക്റ്റീവ് ആവും. ഇതാണ്ടല്ലേ, ഇവിടെ ആക്റ്റീവ് ബ്ലോഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഈ 2025 എന്ന് പറയുന്ന ഈ ഒരു തീം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് ജസ്റ്റ് സ്പേസ് ഫ്രീ ചെയ്യാനാണ് കേട്ടോ. ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. അത് ഡിലീറ്റ് ആയിട്ട് ഈ ബ്ലോഗ് ഹാഷ് എന്നുകൊണ്ട് നോക്കണ്ട, ഇത് ഇതിൻ്റെ കൂടെ വരുന്നതാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഇനി നമുക്ക് ഇവിടെ അടുത്ത കുറച്ച് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലഗിൻസിലേക്ക് വന്ന് പ്ലഗിൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈറ്റിന് ഒരുപാട് ഫങ്ഷൻസ് കൊടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചില സൈറ്റ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഇമെയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു പ്ലഗിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഇല്ലേ, ഇത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു സബ്സ്ക്രൈബിൻ്റെ ഈ ഒരു ബോക്സ്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പ്ലഗിൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പ്ലഗിൻസ് ഒക്കെ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലഗിൻസ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഈ പ്ലഗിൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് നേരെ ബൾക്ക് ആക്ഷനിൽ പോയിട്ട് ഡീആക്ടിവേറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൾക്ക് ആക്ഷനിൽ ഡിലീറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് മൊത്തം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആഡ് മോൾഡ് പ്ലഗിൻസിൻ്റെ അവിടെ ആഡ് പ്ലഗിൻ എന്ന് കൊടുക്കുക.
നമുക്ക് പ്ലഗിൻ 1 ബൈ 1 ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ പ്ലഗിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് SEOയുടെ പ്ലഗിനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് SEO ഇവിടെ നിന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ്ഡ് SEO എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പ്ലഗിനാണ് നമ്മൾ ഈ ആർട്ടിക്കിളൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ SEO കറക്റ്റ് ആണോ, റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു പ്ലഗിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലഗിൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ റാങ്ക് മാത്ത് ഉണ്ട്. പിന്നെ ഞാൻ അതായത് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള യൂസ്ഡ് SEO ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളത് യൂസ്ഡ് SEOയിലാണ്. നമുക്ക് തൽക്കാലം യൂസ്ഡ് SEO തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു പ്ലഗിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗൂഗിളിൽ റാങ്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലഗിൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക. എൻ്റെ ഇവിടെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആക്ടിവേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യു ഹാവ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് യൂസ്ഡ് SEO, എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫസ്റ്റ് ടൈം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇവിടെ എന്നിട്ട് സ്റ്റാർട്ട് SEO ഡാറ്റ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. വൺസ് ഇത് സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നത്, നമ്മളൊരു പേഴ്സൺ ആണോ അതോ ഓർഗനൈസേഷൻ ആണോ കമ്പനി ആണോ എന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വെബ്സൈറ്റിൻ്റെ പേര് എഴുതാം. പേര് നമുക്ക് മൂവി ബസ് എന്ന് കൊടുക്കാം. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊടുത്തോളൂ. ഇവിടെയും അതേപോലെ തന്നെ മൂവി ബസ്. പിന്നെ ഇവിടെ ഓർഗനൈസേഷൻ ലോഗോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കണ്ട, അത് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ. നമുക്കത് പിന്നീട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ഇവിടെ സോഷ്യൽ പ്രൊഫൈൽ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സോഷ്യൽ പ്രൊഫൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊടുത്തോളൂ. പിന്നെ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇമെയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ടിപ്പ് അയച്ചു തരാനാണ്. നിങ്ങൾക്ക് അവിടെ പ്രോഡക്ട്സും ടിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു തരാനാണ് നിങ്ങളുടെ ഇമെയിലിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇമെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഇവിടെ ഇംപ്രൂവ് സർവീസസ് ഇംപ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോ ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ മൈ ഡാറ്റ, അത് നിങ്ങൾ നോ എന്ന് തന്നെ കൊടുത്തോളൂ. പിന്നെ ഇവിടെ സേവ് ചേഞ്ചസ് കൊടുക്കുക. പിന്നെ ഇവിടെ ഫിനിഷ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ട, ഗോ ടു SEO ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ SEO. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം, എന്താണ് അവസ്ഥ എന്നൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഡൊമൈൻ നെയിം നേരെ ഇവിടെ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഏകദേശം സിമിലർ ആയിട്ടില്ലേ നമ്മുടെ നേരത്തെ ഇതുമായിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നുന്നില്ലേ ഇവിടെ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു പോസ്റ്റ് റെഡിയാക്കാം. നമുക്ക് ആദ്യം വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു പോസ്റ്റ് ആദ്യം ഉണ്ടാക്കാം. അതെങ്ങനെ SEO ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിൽ ഡാഷ്ബോർഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഇവിടെ ഓൾറെഡി ഒരു പോസ്റ്റ് ഇവർ തന്നിട്ടുണ്ടാവും. നമുക്കത് ട്രാഷ് ചെയ്യാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ ട്രാഷിൽ പോയിട്ട് അത് ട്രാഷ് ചെയ്തതിന് ശേഷം ഇവിടെ ട്രാഷിൽ പോയിട്ട് ഇത് നമുക്ക് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ പോസ്റ്റിൻ്റെ ഇവിടെ ആഡ് പോസ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ഈ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ടൈറ്റിൽ, പിന്നെ ഇവിടെ ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് ChatGPTയിലേക്കാണ്. അപ്പോൾ നമുക്ക് ChatGPTയിലോട്ട് വന്നിട്ട് ഇവിടെ ന്യൂ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ ഇവിടെ ന്യൂ ചാറ്റിൽ പോയിട്ട് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങളിത് ലോഗിൻ ചെയ്യണോ ആദ്യം. നിങ്ങളിത് സൈനപ്പ് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ ChatGPTയിലേക്ക് പുതിയതാണെങ്കിൽ നിങ്ങളത് സൈനപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ചാറ്റിലേക്ക് വരിക. പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ്, ഐ എം ഗോയിങ് ടു മേക്ക് എ മൂവി ന്യൂസ് ബ്ലോഗിംഗ് വെബ്സൈറ്റ്. ഗിവ് മീ സം ലേറ്റസ്റ്റ് മലയാളം മൂവി റിലേറ്റഡ് ബ്ലോഗ് ടൈറ്റിൽ ദാറ്റ് ആർ ട്രെൻഡിങ് റൈറ്റ് നൗ. അതായത് മലയാളം മൂവീസിൻ്റെ ഒരു ന്യൂസ് ഇല്ലേ, മലയാളം മൂവി ന്യൂസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മലയാളം മൂവി ന്യൂസാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ തരാനാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ കണ്ടില്ലേ, സെർച്ചിങ് വെബ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇതും സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ടൈറ്റിൽസ് തരും. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലോഗ് ടൈറ്റിൽസ്. ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ പേട്രിയോട്ട് ടീസർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ ഹൗ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ബിക്കെയിം ദ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം ഇൻ ഇന്ത്യ, ബോക്സ് ഓഫീസ് ബ്രേക്ക് ഡൗൺ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ സാഹസം, OTT റിലീസ്, പിന്നെ മമ്മൂട്ടി റിക്കവേഴ്സ്, അങ്ങനെയൊക്കെ കുറേ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റിൽ എടുക്കാം. അതായത് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽസ് പേട്രിയോട്ട് ടീസർ
വാട്ട് ദ റിയൂണിയൻ മീൻസ് ഫോർ മലയാളം സിനിമ. ഇനി നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു SEO ഫ്രണ്ട്ലി ബ്ലോഗ് പോസ്റ്റ് വേണം കണ്ടന്റ് ഓൺ ദിസ് ടോപ്പിക് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ഒരു സൈറ്റ് അതായത് സൈറ്റ് നമ്മൾ വേർഡ് പ്രസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഞാനിവിടെ യൂസ്ഡ് SEO ആണ് SEO ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, സിൻസ് ഐ എം യൂസിങ് യൂസ്ഡ് SEO, അതിനെ യൂസ്ഡ് SEOനെ അനലൈസ് ചെയ്തിട്ട് SEO സ്കോർ ആൻഡ് റീഡബിലിറ്റി റിക്വയർമെൻറ്റ്സ് അത് അനലൈസ് ചെയ്തിട്ട് എനിക്ക് അതിനനുസരിച്ചിട്ട് ഒരു പോസ്റ്റ്, ആ ഒരു ടൈറ്റിൽ, ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, കണ്ടൻറ്റ് ഒക്കെ ഈ ഒരു SEO യൂസ്ഡ് SEOനെ എന്താ പറയുക അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഒരു പോസ്റ്റ് തരാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഫോക്കസ് കീവേഡിൻ്റെ കാര്യം പറയുന്നത്. ഫോക്കസ് കീവേഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ പേട്രിയോട്ട് ടീസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അതായത് ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടിയുടെ പേരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ടന്റ് ഷുഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ്സ് റിട്ടൺ ബൈ AI. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ അനലൈസ് ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോംപ്റ്റ്. അപ്പം നമുക്ക് നേരെ ഇതൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തിങ്ക് ലോങ്കർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടി എന്താ പറയുക ഇരുത്തി അങ്ങോട്ട് അനലൈസ് ചെയ്ത് തിങ്ക് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ വരും. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ സെൻഡ് കൊടുക്കുക. അപ്പോൾ അതവിടെ കണ്ടില്ല, ഇവിടെ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെർച്ചിങ് ഫോർ മൂവി ഇൻഫോ ഇതിങ്ങനെ കുറച്ച് പോകും. അപ്പോൾ നമുക്കിത് അവരെന്താ തരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 32 സെക്കൻഡ് ടൈം എടുത്തിട്ടുണ്ട് ഈ ഒരു ആൻസർ തരാൻ. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ SEOൻ്റെ ഫോക്കസ് കീ ഫ്രേസ് പേട്രിയോട്ട് ടീസർ എന്നാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ SEO ടൈറ്റിൽ, ഇതാണ് SEO ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ 60 ക്യാരക്ടേഴ്സ്, അപ്പോൾ യൂസ്റ്റിൻ്റെ 60 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ ടൈറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ സ്ലഗ്, പേട്രിയോട്ട് ടീസർ, മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്കിനി കണ്ടന്റ് ഒന്ന് നോക്കാം. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സബ് ടൈറ്റിൽസ്, പിന്നെ അതിൻ്റെ ഉള്ള കണ്ടന്റ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നയൻതാരയുടെ റോള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോർട്ട് വേർഡിക്ക്, അതായത് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക H1 ഹെഡ് 1 ആ ഒരു SEOൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര ഇമേജസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക ഇങ്ങനെ ഇവിടെ ഇൻറ്റേർണൽ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ എക്സ്റ്റേണൽ ലിങ്ക്, നമുക്ക് SEOന് എക്സ്റ്റേണൽ ലിങ്ക്, ഇൻറ്റേർണൽ ലിങ്ക് ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കണ്ടന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്കിത് നേരെ ഒന്ന് അവിടെ ആഡ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ട്. ഞാനത് പ്ലഗിനാണത്, ഇതൊരു പ്ലഗിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ മറന്നുപോയി. നമുക്ക് ആദ്യം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നേരെ ഇവിടെ പോവാം, പ്ലഗിൻസിൽ പോവാം, എന്നിട്ട് ഇവിടെ ആഡ് പ്ലഗിൻ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ടേബിൾ ഓഫ് കോണ്ടൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈസി ടേബിൾ ഓഫ് കോണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇമേജും ഈ ഒരു ഈസി ടേബിൾ ഓഫ് കോണ്ടൻസ്, ഇതാണ് സംഭവം വേണ്ടത്. അപ്പോൾ ബൈ മാഗസീൻ 3 ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വേറെ കുറേ സാധനങ്ങൾ കാണും, ഇതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ് പ്ലസ് ഇത് കാര്യങ്ങളൊക്കെ കാണും. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് നേരെ ഇൻസ്റ്റാൾ ആവുമെന്ന് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നേരെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നോ താങ്ക്സ്, നമുക്കിവിടെ പ്രോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കിവിടെ ഫ്രീ വേർഷൻ തന്നെ മതി. പിന്നെ ഇവിടെ എനേബിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോസ്റ്റ് മാത്രം മതി, പേജസ് വേണ്ട. ഇവിടെ അതേപോലെ തന്നെ പേജസ് കൊണ്ട് പോസ്റ്റ് മാത്രം മതി. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഹെഡിങ്സ് ഇങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ടാവും, നമുക്കത് വേണ്ട. ഹെഡിങ് 1 ഒരു 4, ഓക്കെ 5ഉം 6ഉം വേണ്ട, ഒരു 4 വരെ മതി. പിന്നെ നമുക്ക് നേരെ ഇവിടെ താഴോട്ട് വന്നിട്ട് എല്ലാം സെറ്റ് ആയിട്ടാണ്. ഇനി നമുക്കിവിടെ സേവ് ചേഞ്ചസ് കൊടുക്കാം. ഇനി നമുക്ക് നേരെ പോസ്റ്റ് തന്നെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പോസ്റ്റ് പോവുക, ആഡ് പോസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ChatGPTയിലേക്ക് വരിക. നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഇവിടെ പോസ്റ്റിലേക്ക് വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈറ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ട് ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇവിടെ SEOൻ്റെ ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ SEO ടൈറ്റിൽ ഇപ്പോൾ ഇവിടെ ഗ്രീനാണ് കാണിക്കുന്നത്, അപ്പോൾ SEO ടൈറ്റിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ ഇവിടെ സ്ലഗ് വരുന്നുണ്ട്. സ്ലഗ് എന്ന് പറയുന്നത് ഈ ബാക്കിൽ ഈ നമ്മുടെ ഡൊമൈൻ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ WP admin അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, അതാണ് സ്ലഗ്. പിന്നെ ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് അങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇൻട്രോ ലീഡ് എന്ന് പറഞ്ഞിട്ട് വേണ്ട, നമുക്കിവിടെ ഇത് ഒഫീഷ്യൽ ഇവിടെ തൊട്ട് അങ്ങോട്ട് നേരെ അങ്ങനെ
ഈ ഷോർട്ട് ആൻഡ് പഞ്ചി സമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇവർ തന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ChatGPT തന്നെ തരുന്നതാണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. നമുക്കതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് കോപ്പി ചെയ്യാം. നമുക്കിവിടെ ഷോർട്ട് വേർഡിക്റ്റ് ഇവിടെ വരെ മതി. അപ്പോൾ നമുക്ക് ഇത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ചൊന്ന് താഴോട്ടാക്കാം. എൻ്റെ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലോഗ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ നമുക്കതൊന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മളായിട്ട് കൊടുക്കാതെ നല്ലത്. ഇവിടെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെയും ഇതും ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഈ ഷോർട്ട് വേർഡിക്റ്റ് എന്ന് പറയുന്ന അവിടെ നമുക്ക് കൺക്ലൂഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ അതാണ് കുറച്ചും കൂടി പേര് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺക്ലൂഷൻ എന്നുള്ള വേർഡാണ് കുറച്ചും കൂടി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഇവിടെ ഈ ഒരു യൂസ് SEO എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ SEO അനാലിസിസ്, റീഡബിലിറ്റി അനാലിസിസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റീഡബിലിറ്റി അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗുഡാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു സ്മൈലി ഫേസും ഉണ്ട്. പിന്നെ ഇവിടെ ആകെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് ലെങ്ത് ആണ്. 35% സെൻറ്റൻസ് 20-ലേറെ വേർഡ്സ് ഉണ്ട്. 35.5% സെൻറ്റൻസിൽ. അപ്പോൾ നമുക്ക് ഈ 20ഓളം വേർഡ്സ് നമുക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. മാക്സിമം ഈ 35%-ലൊക്കെ കൂടുതലാണ്, 25% സെൻറ്റൻസസിൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ 20ഓളം വേർഡ്സ് 20-ന് മേലെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കുറച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു സെൻറ്റൻസിലുണ്ടോ നോക്കാം. ഈ ഒരു സെൻറ്റൻസിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ 32.3% കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കുറയുന്ന കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി വേറൊരു സെൻറ്റൻസിൽ കൂടെ പോയിട്ട് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, നിങ്ങളത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് അല്ല, ലോങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസ് ആക്കണം. നേരത്തെ ഡിലീറ്റ് ചെയ്ത് ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് ലോങ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വേർഡ്സ് കട്ട് ചെയ്തിട്ട് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി, കറക്റ്റാക്കി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് മനസ്സിലായി. നമ്മുടെ റീഡബിലിറ്റി ഓൾറെഡി ഗുഡാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് SEO അനാലിസിസ് നോക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഔട്ട് ബൗണ്ട് ലിങ്ക്സ്, കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഇൻറ്റേർണൽ ലിങ്ക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഓരോന്നായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഇവർ പറയുന്നത് ഔട്ട് ബൗണ്ട് ലിങ്ക്സ് ഇല്ല. ഓക്കെ, നോ ഔട്ട് ബൗണ്ട് ലിങ്ക്സ് ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു ലിങ്ക് പുറത്തേക്ക് പോകണം. ഓക്കെ, അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ ഒരു സ്പോൺസറിന് കൊടുക്കുക. ഇപ്പോൾ അതായത് ഇപ്പോൾ ChatGPT നോക്കിയപ്പോൾ ChatGPT പറഞ്ഞിരിക്കുന്നത് അധികം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് പേട്രിയോട്ടും, നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പേട്രിയോട്ടൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് പേട്രിയോട്ട്, ഓക്കെ, ഇവിടെ പേട്രിയോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പേട്രിയോട്ട് ടീസർ അല്ലെങ്കിൽ ട്രെയിലർ. ഓക്കെ, ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വരും. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ കാണുന്നില്ല. ഓക്കെ, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ എടുത്തിട്ട് ഈ ഒരു ലിങ്ക് അങ്ങോട്ട് കോപ്പി ചെയ്യാം. ആൻഡ് ഇവിടേക്ക് നേരെ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് വരിക. ഇവിടെ നിന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും, അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും, നമ്മളിവിടെ സോഴ്സ് എന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് നമുക്കിത് നേരെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഔട്ട് ബൗണ്ട് ലിങ്ക്സ് എന്ന് പറയുന്ന സാധനം പോയി. കണ്ടില്ലേ, ഇവിടെ ഔട്ട് ബൗണ്ട് ലിങ്ക്സ് ഇവിടെ ഗുഡ് റിസൾട്ട്സിൽ വന്നു. അവിടെ നമ്മൾ ചെയ്തു, ഔട്ട് ബൗണ്ട് ലിങ്ക്സ് കൊണ്ടുവന്നു. ഇനി ഇവിടെ അടുത്ത എന്താ പറയുന്നത്, കീ ഫ്രേസ് ഇൻ ഇമേജ് ഓൾട്ട്. അതായത് ഇമേജ് ഓൾട്ട്, അതായത് ഒരു ഇമേജ് നമുക്കിവിടെ മെയിൻ ഇമേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമേജ്. ഓക്കെ, അത് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇമേജ് നമുക്കിവിടെ വേണം. അപ്പോൾ ഇമേജിനായിട്ട് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിൽ പേട്രിയോട്ട് മലയാളം മൂവി എന്ന് അങ്ങനെ ഇവിടെ പേട്രിയോട്ട് മലയാളം മൂവി എന്ന് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഇമേജസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ എടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. വൺസ് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സിൽ പോസ്റ്റിൽ പോയിട്ട് ഇവിടെ സെറ്റ് ഫീച്ചർ ഇവിടെ കേട്ടോ, ഈ യോസ്റ്റിൻ്റെ ഇവിടെ പോയിട്ട് ഈ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്തിട്ട്
ഇതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബ്ലോക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ പോസ്റ്റിൽ പോയിട്ട് ഇവിടെ സെറ്റ് ഫീച്ചർഡ് ഇമേജ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ഇമേജസ് വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജാണ് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇമേജ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്കിത് SEO ഒപ്റ്റിമൈസ് ചെയ്യണം ഈ ഒരു ഇമേജിനെ. അപ്പോൾ നമുക്ക് അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓക്കെ പ്രൈമറി ഇമേജ് സജഷൻ ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ChatGPT തന്നെ തന്നിട്ടുണ്ട്. അത് എന്താണ് ദ പോസ്റ്റേഴ്സ് ഓഫ് ഇവിടെ മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ടീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ തന്നിട്ടുണ്ട്. ഓൾട്ട് ടീസർ ഓൾട്ട് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ, ഇതാണ് നമ്മുടെ ഓൾട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പേട്രിയോട്ട് ടീസർ ഓക്കെ, റീയുണൈറ്റ്സ് ഓക്കെ, വർക്കാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് നമ്മൾക്ക് ഇവിടെ ഇമേജ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഇൻ പേട്രിയോട്ട് ടീസർ, ഇതാണ് നമ്മളുടെ ഇമേജ് ഓൾ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഓൾ ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇത് പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ക്യാപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇതിൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് ഈ ഇമേജിൽ ഇങ്ങനെ ചെയ്യുന്നത്, ഇതും SEO തമ്മിൽ എന്താ ബന്ധം എന്ന് നോക്കിയാൽ. ഇവിടെ പേട്രിയോട്ട് മലയാളം മൂവി എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഒരുപാട് ഇമേജ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇമേജസ് വരുന്നുണ്ട്. ഈ ഇമേജസിൻ്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്ട് ടൈംസ് നൗ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇവർക്കൊക്കെ ഈ ഇമേജ് ഇവരൊക്കെ ഈ ഇമേജിൽ ഇതുപോലെ ആൾ ടെക്സ്റ്റ് ചെയ്തിട്ടാണ്, ഇതിപ്പോൾ പേട്രിയോട്ട് മൂവിയിൽ നിന്ന് ആൾ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ അടിച്ചു കൊടുത്താൽ ഈ ഒരു ഇമേജ് കിട്ടുന്നത്. ഇവിടെ ഓക്കെ, ഇതവിടെ കണ്ടില്ലേ ടൈംസ് നൗ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഓൾ ടെക്സ്റ്റ് അടിച്ചു കൊടുത്തിട്ടാണ്. ഓക്കെ, ഓൾ ടെക്സ്റ്റ് അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഇമേജ് ഇങ്ങനെ വരില്ല. അതായത് നമുക്ക് മാക്സിമം SEO ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ പോയിട്ട് ഇവിടെ സെറ്റ് ഫീച്ചർഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റ് ഫീച്ചർഡ് ഇമേജ് നോക്കുക. അപ്പോൾ ഇത് ഈ ഇമേജ് നമ്മളുടെ ഫീച്ചർഡ് ഇമേജ് ആയി. ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ മൊബൈലിൽ ഇത് കാണാൻ പറ്റുക, ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചിട്ട് ഇവിടെ SEOൻ്റെ അവിടെ പോയിട്ട് നമുക്ക് അനാലിസിസ് നോക്കാം. നമുക്ക് ഇതുവഴി ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കീ ഫ്രേസ് ഇമേജ് ആട്രിബ്യൂട്ട്സ് പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അത് പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോക്കസ് കീ ഫ്രേസ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ഫോക്കസ് കീ ഫ്രേസ് ആഡ് ചെയ്താൽ മാത്രമാണ് അത് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് എന്ന് പറയുന്നത് പേട്രിയോട്ട് ടീസറാണ്. അപ്പോൾ നമ്മൾ നേരെ അത് കോപ്പി ചെയ്യുക, ഇവിടെ കീ ഫ്രേസിൽ പോവുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ സാധനം പോയി കണ്ടോ. ഇപ്പോൾ അവിടെ ആ ഒരു സാധനമില്ല. ഇപ്പോൾ ഇവിടെ പ്രോബ്ലംസിൽ 10 ഉണ്ടായിരുന്നതിൽ 4 പോയി. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇവിടെ SEO ഓൾമോസ്റ്റ് ഗ്രീൻ ആയി. പക്ഷെ നമുക്ക് പോരാ, നമുക്ക് ഇനി കുറച്ചും കൂടി പരിപാടികൾ ബാക്കിയുണ്ട്. ഈ റെഡൊക്കെ നമുക്ക് കളയണം. ഇനി നമുക്കിവിടെ ഇൻറ്റേർണൽ ലിങ്ക്സ് ആണ്. ഇൻറ്റേർണൽ ലിങ്ക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ വെബ് പേജിലേക്കുള്ളൊരു ലിങ്കാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. വേറൊരു പോസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും ഒരുപാട് കാലം മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ആർ റീയുണൈറ്റിംഗ് ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറഞ്ഞിട്ട് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ആ ഒരു പോസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ ആ ഒരു ലിങ്ക് കൊടുക്കണം. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ ലിങ്ക്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സംഭവം പോകും. അതായത് നമ്മളൊരു വേറൊരു സെപ്പറേറ്റ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പോസ്റ്റിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും നമ്മളിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊടുത്തില്ലേ അതേപോലെ തന്നെ കൊടുക്കുക. അതാണ് ഇൻറ്റേർണൽ ലിങ്ക്സ്. പിന്നെ ഇവിടെ നമുക്ക് കീ ഫ്രേസ് വരുന്നുണ്ട്. പ്ലീസ് ആഡ് ബോത്ത് കീ ഫ്രേസ് ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കണ്ടെയ്നിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് താഴെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും നമ്മൾ ChatGPTയിൽ പോവാം. ഇവിടെ നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ദ പേട്രിയോട്ട് ടീസർ മമ്മൂട്ടി മോഹൻലാൽ, അത് കോപ്പി ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് നേരെ ആഡ് പോസ്റ്റിൻ്റെ അവിടെ വരിക. ഇത് നേരെ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് എന്താ പറയുക ലോങ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ ഒരു ഓറഞ്ച് ലൈനാണ് കാണിക്കുന്നത്, നമുക്ക് പച്ചയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് റീഡ് അവർ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ടീസർ എന്ന് പറഞ്ഞിട്ട് മതി. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീണ്ടും പച്ചയായി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പ്രോബ്ലംസ് പറയുന്നത് 4 അതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് യൂസ്റ്റസിയുടെ പ്രീമിയം പ്ലഗിൻ പ്രീമിയം ആക്കാനാണ്. അത് നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഫ്രീ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് മൈൻഡ് ചെയ്യണം. പിന്നെ ഇൻറ്റേർണൽ ലിങ്ക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. പിന്നെ ഇവിടെ കീ ഫ്രേസ് ഉണ്ട്, അത് സ്ലഗ് നമ്മൾ ആഡ് ചെയ്തില്ല. അപ്പോൾ സ്ലഗ് നമുക്ക് ആഡ് ചെയ്യണം. സ്ലഗ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ കീ ഫ്രേസ് ഇൻ സബ് ഹെഡിങ്.
യൂസ് മോർ കീ ഫ്രേസസ് ഓർ സിനോണിംസ് ഇൻ യുവർ H2 ആൻഡ് H3 സബ് ഹെഡിങ്സ് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലഗ് ആഡ് ചെയ്യാം. സ്ലഗിന് നമുക്ക് നേരെ ഇവിടെ ChatGPTയിൽ വന്നിട്ട് ഇവിടെ സ്ലഗ് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ സ്ലഗ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ലഗ് എന്ന് പറയുന്നത് പേട്രിയോട്ട് ടീസർ മമ്മൂട്ടി മോഹൻലാൽ, അതാണ് നമ്മൾ സ്ലഗായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രശ്നവും പോയി. ഇനി നമുക്ക് ഇവിടെ ആകെ വരുന്നത് ഈ സബ് ഹെഡിങ്സ് കാര്യങ്ങളാണ്. സബ് ഹെഡിങ്സിൻ്റെ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമ്മളുടെ ഈ സബ് ഹെഡിങ്സിൽ വാട്ട് ദ പേട്രിയോട്ട് ടീസർ ഷോസ് എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ടീസർ എന്നാണ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പേട്രിയോട്ട് ടീസർ എന്ന് കൊടുക്കുക. അപ്പോൾ പേട്രിയോട്ട് ടീസർ ഷോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കൊടുക്കാം. ഇവിടെ പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് ഫോർ പേട്രിയോട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ അപ്ഡേറ്റ് ആൻഡ് വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് മമ്മൂട്ടി റീസെൻ്റ്ലി റെസ്യൂം ഷൂട്ടിംഗ് ഫോർ പേട്രിയോട്ട് എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫോർ പേട്രിയോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു പ്രോബ്ലം നമുക്ക് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേട്രിയോട്ട് ടീസർ എന്ന് കൊണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ്ടല്ലേ, ഇവിടെ ഒരുപാട് നമ്മളത് കൊടുക്കാൻ പോയപ്പോൾ ആ ഒരു സംഭവം പോയി. ഇപ്പോൾ എല്ലാം ഗുഡായി. ഇപ്പോൾ രണ്ടും പച്ചയായി, കണ്ടില്ലേ? ഇവിടെ SEO പച്ചയായി, ഇവിടെ റീഡബിലിറ്റിയും പച്ചയായി, എല്ലാം പച്ചയായി. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ ഗുഡാണ് എന്നർത്ഥം. ഇത് നമ്മുടെ ഗൂഗിൾ റാങ്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഇമേജും കൂടി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ഇമേജും കൂടി കൊടുക്കാം, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഇമേജിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ സേവ് ഇമേജ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഗ്യാപ്പിൽ എങ്ങനെ ഇമേജ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റ്സ് സേ നമുക്ക് ഇവിടെയാണ് ഇമേജ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് ഇമേജ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് വരും. അപ്പോൾ ഈ ബ്ലോക്ക് റീഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് എന്ന് കൊണ്ട് കൊടുക്കുക. ആക്ച്വലി അപ്ലോഡ് എന്ന് കൊണ്ടല്ല കൊടുക്കേണ്ടത്, ഇവിടെ മീഡിയ ലൈബ്രറി എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ഇമേജ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഓൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ChatGPTയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് കോപ്പി ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ എല്ലാവിടെയും പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ ഇമേജ് വന്നുകൊണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ എല്ലാവിടെയും പച്ചയായി, എല്ലാം സെറ്റായി. ഇതാണ് നമ്മുടെ ഇങ്ങനെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പബ്ലിഷ് എന്ന് കൊടുക്കുക. ഇവിടെ പബ്ലിഷ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പബ്ലിഷ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ പോസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ പോസ്റ്റ് എന്തായ അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ നേരെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ്ടില്ലേ നമ്മുടെ ടേബിൾ ഓഫ് കോണ്ടൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ്ടില്ലേ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത്. പിന്നെ ഇവിടെ ഇമേജ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പോസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ കാറ്റഗറീസ് ഉണ്ട്. അതായത് ബോക്സ് ഓഫീസ്, മോളിവുഡ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺകാറ്റഗറൈസ്ഡ് എന്നാണോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാറ്റഗറീസ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് SEOൻ്റെ തൊട്ടപ്പുറത്തുള്ള സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ കാറ്റഗറീസിൽ പോയിട്ട് നമുക്ക് ആഡ് കാറ്റഗറി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മോളിവുഡ് ന്യൂസിൽ കൊടുക്കാം. ഇപ്പോൾ മോളിവുഡ് ന്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ മോളിവുഡ് മെയിൻ കാറ്റഗറി ആക്കിയിട്ട് മോളിവുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാറ്റഗറി മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാണ്ടില്ലേ മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് കാറ്റഗറി എന്ന് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ അൺകാറ്റഗറൈസ്ഡ് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു മോളിവുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. മോളിവുഡ് ന്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പാരൻറ്റ് കാറ്റഗറിയിൽ മോളിവുഡ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ആഡ് കാറ്റഗറി എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ മോളിവുഡ് ന്യൂസ്. ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറീസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇവിടെ പോസ്റ്റ് ശരിയായതിനു ശേഷം നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിവിടെ ഈ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ സബ്സ്ക്രൈബിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിനി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടല്ലേ, ഇത് നമുക്കിവിടെ ആഡ് ചെയ്യണം. പിന്നെ ഈ പോപ്പപ്പും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു പേജിലേക്ക് വരിക, ഈ ഒരു സെക്ഷൻ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ ഇവിടെ പ്ലഗിൻസ് ഉണ്ട്. അപ്പോൾ പ്ലഗിൻസിൽ പോവുക. പ്ലഗിൻസിൽ പോയിട്ട് ഇവിടെ നമ്മൾ 2 പ്ലഗിൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ 2 പ്ലഗിൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആഡ് പ്ലഗിൻ എന്ന് കൊടുക്കുക. ഇവിടെ എലമെൻറ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക. എലമെൻറ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് വരുന്ന പ്ലഗിൻ ഉണ്ട്, എലമെൻറ്റോർ വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പ്ലഗിനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ ഹസിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിനും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹസിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസിൽ ഫ്രീ പോപ്പപ്പ് ബിൽഡർ ആൻഡ് ഓപ്റ്റിൻ പ്ലഗിൻ ഫോർ ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ലീഡ് ജനറേഷൻ പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് ഒരു പ്ലഗിൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, അതായത് ഒരു SVG ഒരു പ്ലഗിൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. എന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇവിടെ SVG എന്ന് അടിക്കുക. അപ്പോൾ ഇവിടെ SVG സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 3 പ്ലഗിനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് 3 നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഇവിടെ പ്ലഗിൻസിൽ പോവുക. അപ്പോൾ ഇവിടെ ഈ 3 പ്ലഗിൻ കാണിക്കുന്നുണ്ട്, അത് 3 ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബൾക്ക് ആക്ഷനിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇവിടെ അപ്ലൈ. ഓക്കെ, നമ്മുടെ പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഈ സാധനം നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി, നമുക്ക് ഒരു പ്ലഗിൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാണ്ട് കേട്ടോ. അതായത് ഇവിടെ എനിവെയർ എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ്. എനിവെയർ എലമെൻറ്റോ നമുക്കത് എവിടെ വേണമെങ്കിലും അത് സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. അതായത് ഈ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിവെയർ എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു പ്ലഗിൻ കണ്ടില്ലേ. അപ്പോൾ ഈ എനിവെയർ എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആക്ടിവേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിൽ AE എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ടൊരു AE ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. അതായത് എനിവെയർ എലമെൻറ്റോ ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടെംപ്ലേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ന്യൂ AE ടെംപ്ലേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. നമുക്കിവിടെ ന്യൂസ് ലെറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ന്യൂസ് ലെറ്റർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഡിറ്റ് വിത്ത് എലമെൻറ്റോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തുക. എന്നിട്ട് ഇവിടെ ഗോട്ട് ഇറ്റ് ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഈ പ്ലസ് ഇത് കണ്ടില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലെക്സ് ബോക്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ ഈ മൂന്നെണ്ണം വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ഉള്ളതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഇതിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെയാണ് നമ്മളിത് മൊത്തം എഡിറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ എലിമെൻറ്റോ. നമുക്ക് ഇതിൻ്റെ ഫുൾ കോഴ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമുക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനെ പറ്റി മനസ്സിലാവും, എലിമെൻറ്റോനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വരുന്നത് ഈ ഒരു ഇമേജാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ആദ്യം വേണം അല്ലേ. അപ്പോൾ ഈ ഒരു ഇമേജ് ആദ്യം എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഇമേജ് കിട്ടാനായിട്ട് നമുക്കിവിടെ OnDraw എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ondraw.co അതാണ് സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ബ്രൗസ് എന്ന് കൊടുക്കാം. ബ്രൗസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ഇമേജസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇമേജാണോ വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സീ, നമുക്കിവിടെ സെർച്ച് പോയിട്ട് നമുക്ക് മെയിൽ എന്ന് കൊടുക്കാം. മെയിൽ എന്ന് കൊടുത്തപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഇമേജസ് വരുന്നുണ്ട്. നമുക്കവിടെ ഈ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഒരു റെഡ് കളർ ഇമേജാണ്. അപ്പോൾ ഒരു SVG ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു റെഡ് കളർ ബേസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് കളർ ഇട്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെബ്സൈറ്റിന് ഒരു ലെറ്റ്സ് സേ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ ഇവിടെ മുകളിൽ കളറുന്നുണ്ട്. അപ്പോൾ ആ കളറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടി ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ഡാർക്ക് പർപ്പിൾ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു കളർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് ഈ കളറിൻ്റെ കോഡ്. ഇത് നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ സൈറ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കളർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് SVG ഫോർ യുവർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഇമേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇമേജ് പോയിട്ട് ഇവിടെ അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. അതായത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇമേജ് ഈ ഒരു പ്ലസ് ബട്ടണിൽ പോയിട്ട് ആഡ് എലമെൻറ്റ്സിൽ പോയിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇമേജ് എന്നുണ്ട്, അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ, ഈസിയാണ്. പിന്നെ ഈ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അത് വർക്കാവില്ല, കാരണം നമ്മൾ SVG ആണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. SVG എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പോകണം, WP അഡ്മിനിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ WP
അഡ്മിനിലേക്ക് പോയിട്ട് നമുക്കിവിടെ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, ഇവിടെ പോസ്റ്റിൻ്റെ താഴെ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുക്കുക. നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ SVG ഫയൽ ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് ടു ഈ ഒരു പേജിൽ പോവുക, ഇവിടെ പബ്ലിഷ് കൊടുക്കുക. ആൻഡ് ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്, അത് പബ്ലിഷ് ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പബ്ലിഷ് കൊടുക്കുക. ഓക്കെ, പബ്ലിഷ് ആയി. ഇനി നമുക്ക് നേരെ റിഫ്രഷ് ചെയ്യാം. അപ്പോൾ റിഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് ഈ ഒരു SVG നമ്മൾ നേരെ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ചെറുതാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അതുപോലെ ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഇമേജിൽ ഇവിടെ ഈ ഇമേജ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് എന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ളാക്കുക. ആൻഡ് എന്നിട്ട് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഇമേജിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ വിഡ്ത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒരു അളവിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഇവിടെ നമ്മുടെ ടെക്സ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റാണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിവിടെ പ്ലസ് ബട്ടണിൻ്റെ ആഡ് എലിമെൻറ്റ്സിൽ പോവാം. അവിടെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഇത് മൊത്തം കൂടെ സെലക്ട് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യാം. അത് പേസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ നല്ല വൃത്തിക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ സ്റ്റൈലിൽ പോവാം. ഇവിടെ ടൈപ്പോഗ്രഫി എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റൊബോട്ടോ എന്നുണ്ട്. നമുക്ക് റൊബോട്ടോ അല്ല വേണ്ട, നമുക്ക് ജോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ് നമുക്ക് വേണ്ട. അപ്പോൾ ജോസ്റ്റ് നോക്കുക. ഇവിടെ സൈസ് പറയുന്നുണ്ട്. സൈസ് നമുക്കൊരു ലെറ്റ്സ് ഈ ഒരു സൈസ് മതി, ഒരു 30-31 ഓക്കെ, ഈ ഒരു സൈസ് മതി. ഇവിടെ നോർമൽ നമുക്കൊരു സെമി ബോൾഡ് ആക്കാം. ആൻഡ് നമുക്കിവിടെ ലൈൻ ഹൈറ്റ് കുറച്ച് കൂട്ടാം. അതായത് ഇപ്പോൾ ഇതും ഈ ഒരു ലൈനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ, ഗ്യാപ്പില്ലേ. അപ്പോൾ ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കാം. അവിടെ ലൈൻ ഹൈറ്റ് എന്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഈ ഒരു ഹൈറ്റ് മതി. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണം. കളർ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ബ്ലാക്ക് ആണ് കളർ കൊടുത്തിരിക്കുന്നത്, നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് ഇവിടെ ടെക്സ്റ്റ് കളർ എന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കളറിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നേരെ ഇത് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ബ്ലാക്ക് കളറായി. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സബ് ടെക്സ്റ്റ് കൊടുക്കാനുണ്ട്. അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ പോലത്തെ ഇത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് നേരെ ഇതിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്നും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ ടൈപ്പോഗ്രഫിയിൽ പോയിട്ട് നമുക്ക് ആദ്യം ഫോണ്ട് നമുക്ക് ജോസ്റ്റ് ആക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ സൈസ് നമുക്കൊന്ന് ഈ ഒരു ഇത് കുറച്ച് കൂടുതലാണ്, ഈ ഒരു സൈസ് മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് സെൻറ്ററിലേക്ക് ആക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആക്കാം. പക്ഷേ ആദ്യം ഇവിടെ നമുക്ക് ബട്ടൺ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടാസ്ക് ഉള്ളത് ഇവിടെ ബട്ടൺ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അല്ലേ, അത് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാം. അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ പ്ലസ്സിൽ ആഡ് എലിമെൻ്റ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഇവിടെ താഴെ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ബേസിക്കൽ. അപ്പോൾ ഈ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബട്ടൺ. ഈ ബട്ടൺ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇതുപോലെ ആക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വരിക, ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ബട്ടണിൻ്റെ പേര് നമുക്ക് സബ്സ്ക്രൈബ് എന്ന് കൊടുക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെല്ലൈക്കൺ കാണാം. ഈ ബെല്ലൈക്കൺ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതും കൂടി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ടിരിക്കാൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഞാൻ പറയുന്ന മനസ്സിലാവാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്പീഡായിട്ട് പറയുക അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പറയുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മളത് ഇമ്പ്രൂവ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഒന്ന് മറ്റേ ഐക്കൺ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഐക്കണിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഞണ്ണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഐക്കൺ ലൈബ്രറി ഇവരായിട്ട് തരുന്നത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഐക്കൺസ് ഇഷ്ടം പോലെ കാണാം. ഇവിടെ തന്നെ ബെല്ലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല സ്മൈലി ഇമോജി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെറ്റ്സ് ഇപ്പോൾ ഒരു മെയിൽ എന്ന് കൊണ്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതവിടെ മെയിൽ എന്നുള്ള ഇമോജി ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇമോജീസ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അത് വേണമെങ്കിൽ വെക്കാം. അത് ബുക്ക് മാർക്കിൻ്റെ ഇമോജി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ബെല്ലാണ് വേണ്ടത്. അപ്പോൾ ബെല്ലെടുക്കുക. ഇവിടെ ബെല്ല് വന്ന് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതവിടെ ബെല്ല് വന്നിട്ടുണ്ട്. ഓക്കെ, നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഇവിടെ ഐക്കൺ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഐക്കൺ പറയുന്നത് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് അതുപോലെ റൈറ്റ് സൈഡ് ആക്കാം. ഇനി നമുക്കിത് മറ്റേ എഡിറ്റ് ചെയ്തൊന്ന് കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ സെറ്റാക്കാം. അപ്പോൾ അതിന് ഇവിടെ മറ്റേ സ്റ്റൈൽ പോകും. ആദ്യം നമുക്ക് ഇവിടെ ഐക്കണിൻ്റെ അവിടെ കുറച്ച് സ്പേസിങ് കൊടുക്കാം അല്ലേ, കുറച്ച് സ്പേസിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓക്കെ ഒരു 6 കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇവിടെ സ്റ്റൈലിൽ പോവാം. എന്നിട്ട് നേരെ നമ്മുടെ പൊസിഷൻ ബട്ടൺ പൊസിഷൻ പറയുന്നുണ്ട്, അത് നമുക്ക് സെൻറ്ററിലാണ് വേണ്ടത്. അപ്പോൾ സെൻറ്ററിലാക്കുക. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പോഗ്രഫി പറയുന്നുണ്ട്. ടൈപ്പോഗ്രഫിയിൽ നമ്മളിവിടെ പോയിട്ട് ജോസ്റ്റ് അത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ വരുന്നുണ്ട്, അണ്ടർലൈൻ നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്കിവിടെ ഡെക്കറേഷനിൽ ഡിഫോൾട്ടിൽ പോയിട്ട് നണ്ണെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അണ്ടർലൈൻ പോയി കിട്ടി. ഇനി നമുക്കിവിടെ സൈസ് ഉണ്ട്. സൈസ് നമുക്ക് എത്ര കൊടുക്കണം? ഓൾമോസ്റ്റ് ഈ ഒരു സൈസ് ഓക്കെയാണ്, ഒരു 21 ഓക്കെയാണ്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ബോർഡർ റേഡിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് അൺസെലക്ട് ചെയ്യാം. ഇത് അൺസെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കോർണേഴ്സ് ഒന്ന് നേരത്തെ കർവ് ആയിരുന്നു, ഇപ്പോൾ അത് കേർവ് അല്ല. അപ്പോൾ അത് നമുക്കത് കേർവ് ആക്കണമെങ്കിൽ ഇതാണ്ടല്ലേ, ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് കർവിനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ 0. അപ്പോൾ അവിടെ കേർവ് എല്ലാം നല്ല ഷാർപ്പ് കോർണേഴ്സ് ആണ്. ഇനി നമുക്കതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ കളറ് വന്നിരിക്കുന്നത് ഈ ഒരു പച്ച കളറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റെഡ് കളറാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു പർപ്പിളാണല്ലേ, നമ്മൾ ഈ ഒരു പർപ്പിളല്ലേ നമ്മൾ തീരുമാനിച്ച്. അപ്പോൾ നമുക്ക് ഈ പർപ്പിൾ കൊടുക്കാം. അപ്പോൾ ഈ പർപ്പിളിന് ഇവിടെ നിന്ന് ഈ ഒരു ഇത് വന്നിട്ട് ഇവിടെ ഈ കോഡ് കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കളറ് കോപ്പി ചെയ്യാൻ, അതായത് കളർ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങളിവിടെ കളേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഈ കളേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സംഭവം കണ്ടില്ലേ, പിക്ക് എ കളർ ഫ്രം യുവർ പേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞിട്ട് പിക്ക് എ കളർ ഫ്രം ദ പേജ് എന്ന് എടുക്കുക. ആൻഡ് ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ ഇതവിടെ ഓട്ടോമാറ്റിക്കലി കാണും. ഇവിടെ നമുക്ക് അതിൻ്റെ കോഡ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പർപ്പിൾ കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ സെലക്ട് നോക്കിയിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതവിടെ കളർ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കളർ കോപ്പി ആവും, കളറിൻ്റെ കോഡ് കോപ്പി ആവും. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഈ കോഡിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ കളർ കോഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് ആക്കാം, ടെക്സ്റ്റ് കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹവർ ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ഇവിടെ നമുക്കിപ്പോൾ ഹവർ എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മളിപ്പോൾ കേഴ്സർ നമുക്ക് നേരെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോർമൽ ഉണ്ട്, ഇവിടെ ഹവർ ഉണ്ട്. അപ്പോൾ ഈ ഹവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പർപ്പിൾ അല്ലേ, ഈ പർപ്പിൾ കളർ മാറിയിട്ട് നമുക്ക് ബ്ലാക്ക് ആവണം. അപ്പോൾ നമുക്ക് ഇവിടെ കളറിൽ പോയിട്ട് ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കുക, ഇനി നമ്മളിവിടെ ഹവർ ചെയ്ത് കഴിഞ്ഞതാണല്ലേ, കേഴ്സർ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ആവും, പർപ്പിൾ മാറിയിട്ട്. ഇതിനെയാണ് ഹവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് പാഡിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കിവിടെ പാഡിങ് ഒന്ന് മാറ്റിയിട്ട്, ഓക്കെ, ഇപ്പോൾ പാഡിങ് ഞാനത് കളഞ്ഞപ്പോൾ ഫുള്ള് ഇതായി. ഇനി നമുക്കിവിടെ ടോപ്പിലൊരു 150 ആയിപ്പോയി, ഒരു 15, ബോട്ടം ഒരു 15, റൈറ്റ് ഒരു 30, അല്ലെങ്കിൽ ഒരു 35, ലെഫ്റ്റ് ഒരു 35. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാഡിങ്. ഇത് ഇപ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇതുപോലെ. ഇതിന് കുറച്ചും കൂടി സൈഡിൽ ഇതുണ്ടല്ലേ. ഓക്കെ, നമുക്ക് അതുപോലെ ആക്കാം. നമുക്ക് ഇതൊന്ന് ചെറുതാക്കാം, ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ചെറുതാക്കാം. അപ്പോൾ ടൈപ്പോഗ്രഫിയിൽ പോയിട്ട് നമുക്ക് ലെറ്റ്സ് സേ ഒരു 17 ആക്കണ്ട, ഒരു 19. ഓക്കെ, 19 ആക്കട്ടെ. എന്നിട്ട് ഇവിടെ നമുക്ക് പാഡിങ്ങിൽ പോയിട്ട് കുറച്ചൊന്ന് ഒരു 40 കിടക്കട്ടെ. നമുക്ക് 35 മാറ്റിയിട്ട് ഒരു 40 ആക്കാം. ഓക്കെ, ഇപ്പം നല്ല കുറച്ചും കൂടി വൃത്തിയുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
ഇതെല്ലാം ഈ ബട്ടൺ കാര്യങ്ങളെല്ലാം ഇവിടെയൊക്കെ സെൻറ്ററിലാണുള്ളത്. നമുക്ക് അതുപോലെ സെൻറ്ററിലാക്കാം. അപ്പോൾ ഇത് സെൻറ്ററിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ബോക്സിൽ, അതായത് ഫ്ലെക്സ് ബോക്സ് ഇല്ലേ, അപ്പോൾ ഈ ഫ്ലെക്സ് ബോക്സിൽ നമ്മൾ ഈ ഒരു 3 ഡോട്ട് ഉണ്ട്. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ കണ്ടെയ്നർ നമ്മൾ സെലക്ട് ചെയ്തു, ആ ഫ്ലെക്സ് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ താഴെ വന്നിട്ട് അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെ. അപ്പോൾ അലൈൻ ഐറ്റംസിൽ പോയിട്ട് ഇവിടെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം സെൻറ്ററിലായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെൻറ്ററിലാക്കാൻ. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഓൾമോസ്റ്റ് ഒരു ലൈറ്റ് റെഡിഷ് കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് പർപ്പിൾ കളർ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്റ്റൈലിൽ പോവാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ ഇവിടെ ക്ലാസിക്കിന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കളറിലുണ്ട്, അപ്പോൾ കളറിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ പർപ്പിൾ കൊടുക്കുക. ഓക്കെ, പർപ്പിൾ കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒരു ലൈറ്റ് പർപ്പിൾ മതി. നമുക്ക് ഒരുപാട് ഒത്തിരി പർപ്പിൾ വേണ്ട. അപ്പോൾ നമുക്ക് ലൈറ്റ് പർപ്പിളിന് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ പബ്ലിഷ് എന്ന് കൊടുക്കാം. അത് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാബ്ലറ്റിൽ ഡിഫറെൻ്റ് ആണ്, നേരെ മറിച്ച് മൊബൈലിൽ അത്യാവശ്യം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മൊബൈലിൽ ടാബ്ലറ്റിലൊക്കെ നമുക്ക് സെറ്റാക്കാം. നിങ്ങൾക്ക് ഞാൻ മൊബൈൽ കാണിച്ചിട്ട് ടാബ്ലറ്റ് നിങ്ങൾ തന്നെ സെറ്റ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഞാൻ മൊബൈലും കൂടി കാണിച്ചിട്ട് നിങ്ങൾ ടാബ്ലറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പം ഞാൻ നേരെ മൊബൈലിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്തിട്ട് ടൈപ്പോഗ്രഫി ആദ്യം ഒന്ന് ഇത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഈ ഒരു 28 മതി. ഈ 28 മതി. എന്നിട്ട് ഇവിടെ അലൈൻമെൻറ്റിൽ നമ്മളിവിടെ സെൻറ്റർ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ലൈൻ ഹൈറ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ലൈൻ ഹൈറ്റ് നമുക്കൊരു ഈ ഒരു ഹൈറ്റ് മതി. അതായത് ഇപ്പോൾ 1.2 ആ ഒരു ഇത് മതി. EM ട്ടോ, ഇത് നമുക്ക് പിക്സൽ അല്ല EM ആണ് വന്നിരിക്കുന്നത്. പിക്സലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 33. ഓക്കെ, 33 പിക്സൽസ്. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെൻറ്ററിലാക്കാം. എന്നിട്ട് ഇതിൻ്റെയും സൈസ് ഒന്ന് കുറയ്ക്കാം. സൈസ് നമുക്കൊരു 14 അല്ലെങ്കിൽ ഒരു 13 പിടിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിടിച്ചോളൂ കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് ലൈൻ ഹൈറ്റ് നമുക്ക് ഒന്ന് ഓക്കെ, ഈ ഒരു ലൈൻ ഹൈറ്റും കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം സെറ്റായില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസും കൂടി ഒന്ന് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ വിഡ്ത്ത് ഒന്ന് കുറച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഈ നടത്തിയ എഡിറ്റൊക്കെ മൊബൈലാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇവിടെ അലൈൻമെൻ്റ് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടില്ലേ, മൊബൈൽ പോർട്രേറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊബൈലിലാണ് ഈ എഡിറ്റ് നടത്തുന്നത്. ഇത് ഡെസ്ക്ടോപ്പിൽ മാറില്ല. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കണ്ടില്ലേ, സെയിം അതേ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് പബ്ലിഷ് ചെയ്യാം. ടാബ്ലറ്റ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഇവിടെ വരിക, എന്നിട്ട് ഇവിടെ ഈ ടെംപ്ലേറ്റ്സിൽ പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂസ് ലെറ്റർ ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഷോർട്ട് കോഡും ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് കോഡ് നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, അത് പബ്ലിഷ് ചെയ്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സംഭവം കേട്ടോ. ഇവിടെ ഈ ഷോർട്ട് കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ പോസ്റ്റിലേക്ക് ഒന്നും കൂടി പോവാം. പോസ്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ പോസ്റ്റില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിനി എവിടെയാണോ അത് ആഡ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമുക്കിപ്പോൾ ലെറ്റ്സ് സേ ഇതിൻ്റെ മുകളിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇത് ഒന്ന് എൻ്റർ അമർത്തുക. ഇവിടെ ഒരു പുതിയ ബ്ലോക്ക് വരും. ഓക്കെ, ഈ ബ്ലോക്ക് വന്നിട്ട് നമുക്കിവിടെ പ്ലസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഷോർട്ട് കോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നില്ലേ, കണ്ടോ, ഷോർട്ട് കോഡ്. ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നേരെ ഈ ഒരു നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നേരെ ഇവിടെ സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഒന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോഗ് പോസ്റ്റ്. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ്ടല്ലേ നമ്മളിപ്പോൾ ചെയ്ത സംഭവം നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവുന്നില്ല, നമ്മുടെ പോപ്പപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് നേരെ ഹസിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻ ഇല്ലേ, അപ്പോൾ ഹസിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു പ്ലഗിൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് പോപ്പപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഓപ്ഷൻ വരുന്നതാണ് പോപ്പപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം.
ആൻഡ് ഇവിടെ നമുക്ക് ഇത് ചോദിക്കുന്നുണ്ട്, പോപ്പപ്പിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂസ് ലെറ്റർ എന്ന് തന്നെ കൊടുക്കാം. ഇപ്പോൾ ന്യൂസ് ലെറ്റർ എന്ന് കൊടുത്തിട്ട് ഇവിടെ ചൂസ് ഇവിടെ ടൈപ്പിൻ്റെ അവിടെ നിങ്ങൾ ഇമെയിൽ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് അവിടെ സൈനപ്സിനും ഇത് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ചൂസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കാം. ചൂസ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. നമുക്കിതിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് അതിലിപ്പോൾ സ്പിൻ ദ വീലോ അത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വെറൈറ്റിക്ക് ഇത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ ചൂസ് ചെയ്ത ടെംപ്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോ. ഞാൻ തൽക്കാലം നമുക്കൊരു മിനിമലിസ്റ്റിക് ആയിട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ അത് ചൂസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൈറ്റിൽ നമുക്ക് ഇവിടെ എന്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇവിടെ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ ഡോണ്ട് മിസ് എനി ഫിലിം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ടൈറ്റിലൊന്നും അല്ലത്, വളരെ മോശം ടൈറ്റിലാണ്. നിങ്ങൾ നല്ല ടൈറ്റിൽ കൊടുത്തോളൂ കേട്ടോ നിങ്ങൾ തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഇവിടെ വരിക, എന്നിട്ട് നേരെ കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സബ് ടൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്, സബ് ടൈറ്റിൽ ഇവിടെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ ഈ ഒരു കണ്ടൻറ്റ് ഉണ്ട്, അത് നമുക്ക് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇമേജ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഇമേജാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറൊരു ഇമേജ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജാണ് ഉള്ളത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ മൊബൈൽ ഇൻബോക്സ് കൊണ്ട് ഈ ഒരു ഇമേജാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കോപ്പി ചെയ്ത് ചെയ്യാം. ഞാൻ തൽക്കാലം ഈ ഒരു ഇമേജ് തന്നെ കൊടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഇമേജ് എന്ന് മാറ്റിയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് തന്നെ ഞാൻ കൊടുക്കാൻ പോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് വെക്കാം കേട്ടോ. അപ്പോൾ അത് നേരെ ആ ഒരു ഇമേജ് വെച്ചു. ഇനി നമുക്കിവിടെ ബട്ടണൊന്നും വേണ്ട, നോ താങ്ക്സ്. ഇമെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമെയിലോ പേര്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേര് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പേര് കളക്ട് ചെയ്യാം കേട്ടോ. ഇത് അല്ലെങ്കിൽ ഇമെയിൽ മാത്രം കളക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഓക്കെ, ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഇന്ത്യ ടുഡേയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ഇന്ത്യ ടുഡേയിലോ അല്ലെങ്കിൽ ഫിലിമി ബീറ്റിലോ എവിടെയെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെഗുലറായിട്ട് ഇങ്ങനെ ഇമെയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് അയച്ചുകൊണ്ടിരിക്കില്ലേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിലിമിൻ്റെ ന്യൂസാണ്. അപ്പോൾ ഫിലിമിൻ്റെ ന്യൂസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് അവരുടെ സൈറ്റിലേക്ക് വരാനാണ്. അപ്പോൾ അവരുടെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരു ട്രാഫിക് കിട്ടും, അതായത് നിങ്ങളതിൽ കയറിയിട്ട് ഒരു വ്യൂ കിട്ടും, പ്ലസ് അവരുടെ ആഡ്സും കുറേ പേര് നിങ്ങൾ കാണും, ആൻഡ് അവർക്ക് അതിൽ പൈസയും കിട്ടും. അതാണ് പരിപാടി. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളത് ഇതിലെടുക്കുന്നില്ല. കാരണം നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പറയുന്നുണ്ട്, പക്ഷേ അത് പേട്രിയോണിലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു കോഴ്സിൽ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, പ്യൂർലി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് മാത്രമായിരിക്കും ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഗൂഗിളിൻ്റെ കണക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മുടെ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് കോഴ്സ് ഉണ്ട്. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് ഇനീഷ്യലി ഈ ഒരു ബ്ലോഗിലേക്ക് ട്രാഫിക് എങ്ങനെ കിട്ടാം, പിന്നെ എവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഏതൊക്കെ വഴിയിലൂടെ ഇത് അഡ്വർട്ടൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പേട്രിയോണിലാണ്. അതിൻ്റെ എക്സ്റ്റെൻഡഡ് കോഴ്സാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഉണ്ട്, അത് പേട്രിയോണിലുണ്ട്. അപ്പോൾ നിങ്ങളത് പേട്രിയോണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോഴ്സ് ആക്ച്വലി ഫ്രീ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് പേട്രിയോണിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നേരെ നെക്സ്റ്റ് കൊടുക്കാം, അപ്പിയറൻസ് പോകാം. അപ്പിയറൻസ് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫീച്ചർഡ് ഇമേജ് അങ്ങനത്തെ കുറേ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചൂസ് ഐക്കൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഫോൺ ഫാമിലി ഉണ്ട്. ഫോൺ ഫാമിലിയിൽ ഞാനിവിടെ ജോസ്റ്റ് നോക്കി, പക്ഷേ ജോസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ജോസഫീൻ സാൻസ് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇവിടെ ജനറൽ ഓപ്റ്റിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ടൈറ്റിൽ നിങ്ങൾക്കത് ഇഷ്ടമുള്ള കൊടുത്തോ ഇവിടെ, പക്ഷേ ജോസ്റ്റ് ഇല്ല കാരണം, അതാണ് ഞാനത് നോക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് നേരെ ഓക്കെ, എല്ലാം ഓക്കെയാണ്. നമുക്കിവിടെ വിസിബിലിറ്റിക്ക് പോവാം. വിസിബിലിറ്റിയിൽ പോയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടീഷൻ കൊടുക്കാം, നമുക്ക് എവിടെയൊക്കെ വിസിബിൾ ആവണം, അതായത് പോസ്റ്റിൽ വിസിബിൾ ആവണോ അല്ലെങ്കിൽ പേജസ് വിസിബിൾ ആവണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. പക്ഷേ നമുക്കത് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ ബിഹേവിയേഴ്സ് ഉണ്ട്. ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ പോപ്പപ്പ് ട്രിഗർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന്, അപ്പോൾ ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടൈം അല്ല വേണ്ടത്, നമുക്ക് ക്ലിക്കാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് ട്രിഗർ ആവേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് എന്ന് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു CSSൻ്റെ ഈ ഒരു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഈ ഒരു ബട്ടൺ, അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തല്ലോ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, അത് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടന്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ID എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ,
അവിടെ ബട്ടൺ ഐ ഡിയിൽ നമുക്ക് ഇവിടെ ഒരു ഐ ഡി കൊടുക്കാം. അപ്പോൾ പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പോപ്പപ്പ് എന്ന ഐ ഡി കൊടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുക, ഇവിടെ ഇത് പബ്ലിഷ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഈ CSS സെലക്ടർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ CSS സെലക്ടറിൻ്റെ അവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു #, കൊടുത്തിട്ട് ഈ ഒരു സാധനം കോപ്പി ചെയ്യാം. ഓക്കെ, #പോപ്പപ്പ് ഇത്രയേ ഉള്ളൂ. #പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് അനിമേഷനൊക്കെ കൊടുക്കാം കേട്ടോ, ഇത് വരുന്ന രീതിയൊക്കെ. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് പബ്ലിഷ് എന്ന് കൊടുക്കുക. ഓക്കെ, റെഡി ടു ഗോ. പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലോഗിൽ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വന്നില്ലേ, ഡോ നോട്ട് മിസ് എനി ഫിൽമി ന്യൂസ്. ഓക്കെ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പിൽ മെനു സെറ്റ് ചെയ്യണം. കാരണം നമുക്കിവിടെ ഹെഡറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ലോഗോന് പകരം ഈ ഒരു മൂവി ബസ് ഒരു നമ്മുടെ പേരാണ്, ഡൊമൈൻ നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മൂവി ബസ് എന്നുണ്ട്, ഇവിടെ ഹോം, ഇവിടെ ബോക്സ് ഓഫീസ്, കാരണം ഇങ്ങനത്തെ മെനൂസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മെനൂസാണ് നമ്മൾക്ക് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വരും. ഇത് നമ്മൾ ഈ ഒരു ബട്ടണിൽ നമ്മൾ റെഡി ആക്കിയിട്ടില്ല, അപ്പോൾ അത് നമുക്ക് റെഡി ആക്കണം. അപ്പോൾ അതാണ് നമുക്കിവിടെ ടാസ്ക് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഡാഷ്ബോർഡിൽ പോവുക. എന്നിട്ട് ഈ ഇവിടെ ഡാഷ്ബോർഡിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇനി നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് നമുക്ക് ഇവിടെ അപ്പിയറൻസിൽ ഇവിടെ മെനൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് മെനു ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതുപോലെ ലോഗോ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇതുപോലെ ലോഗോ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇപ്പോൾ ലോഗോ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻവയിൽ പോവുക. ഇതാണ് ക്യാൻവ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അഥവാ അറിയില്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ലോഗോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ മുകളിലുള്ള ഈ മൂവി ബസ് എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ മുകളിൽ പോയിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട് ക്യാൻവയിൽ. അപ്പോൾ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നിട്ട് കസ്റ്റം സൈസിലേക്ക് പോവുക. കസ്റ്റം സൈസിൽ പോയിട്ട് ഇവിടെ വിഡ്ത്ത് നമുക്കൊരു 1000 കൊടുക്കാം. ഇവിടെ ഹൈറ്റ് നമുക്കൊരു 300 കൊടുക്കാം, പിക്സലാണേ. എന്നിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കാം. ഇവിടെ നമ്മുടെ പേര് പറയുന്നത് മൂവി ബസ് 2Z ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലോഗോ സെറ്റാക്കാം. അതിനാദ്യം ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ഇവിടെ ആഡ് ഹെഡിങ് കൊടുക്കുക. ഇവിടെ ആഡ് ഹെഡിങ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ മൂവി ബസ് എന്ന് നിങ്ങൾക്ക് എന്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണെന്ന് വെച്ച് ടൈപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ക്യാൻവാസ് ആൻസ് നമുക്കിവിടെ ഇഷ്ടമുള്ള ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാം, ചൂസ് ചെയ്യാം. ചിലതൊക്കെ പ്രോ ആണ്, നിങ്ങൾ പ്രോ എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ. പിന്നെ ഞാൻ ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ലീഗ് സ്പാർട്ടൺ എന്ന് എടുക്കാം, അത് ഫ്രീ ഫോണ്ടാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ലാർജ് ആക്കാനൊക്കെ പറ്റും. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ഓക്കെ ആണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ 2Z ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ കളർ കോഡ് എന്താണ്, ഇതാണ് നമ്മുടെ കളർ കോഡ്. ഓക്കെ, അപ്പോൾ കളർ കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ Z സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എയിലേക്ക് വരിക, അതായത് ഇവിടെയാണ് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുക. അപ്പോൾ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോഡ് വേസ്റ്റ് ചെയ്താൽ ഈ ഒരു കളർ വരും. അപ്പോൾ അത് ചൂസ് ചെയ്താൽ ഇവിടെ മൂവി ബസ് എന്ന് വരും. ഓക്കെ, സിയുടെ കളർ മാറി. അപ്പോൾ നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെയുള്ള ഒരു സിയുടെ കളർ റെഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സിയുടെ കളറും റെഡാക്കി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ മറ്റേ ഒരു ലോഗോ, ഈ ഒരു സംഭവം നമുക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് നേരെ ഇവിടെ എലമെൻസിലോട്ട് വരിക. എലമെൻസിലോട്ട് വന്നിട്ട് ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു സാധനം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തത് ബസ് എന്നാണ്. അതായത് ഇവിടെ ബസ്ന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിയോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ വരും. ഇങ്ങനെ കുറേ ഉണ്ട്, പക്ഷെ അതൊക്കെ പ്രീമിയം ആണ് അധികം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുള്ളതാണ് നമുക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. ഞാൻ തൽക്കാലം നേരത്തെ എടുത്ത് ഇത് തന്നെ എടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മളെവിടെയാണ് കോപ്പി ചെയ്ത്, ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് വലുതാക്കുക, സൈസ് ഒന്ന്. ഓക്കെ, ഈ ഒരു സൈസ് വയ്ക്കാം.
ഈ ഒരു സൈസ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ റെഡ് കളർ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പർപ്പിൾ ആ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഏത് പർപ്പിൾ അങ്ങനെ കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതൊന്ന് സെലക്ട് ചെയ്യുക, ഇതൊന്ന് ലാർജ് ചെയ്യുക. ഓക്കെ, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇവിടെ ഷെയറിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അപ്പോൾ അതിൽ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കണം ഇത്, കാരണം ഇതിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലാക്കണം. ബട്ട് ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഇത് പ്രോ അക്കൗണ്ടിന് മാത്രമാണ് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുക്കുക തൽക്കാലം. ഇനി ഈ ഒരു ലോഗോ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗൂഗിളിൽ പോയിട്ട് remove.bg എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റിലേക്ക് പോവാം. ഓക്കെ, remove.bg. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് ഇത് കണ്ടില്ലേ ട്രാൻസ്പെറൻറ്റ് ആക്കി തരും, ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് റിമൂവ് ചെയ്ത് തരും. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള എന്താണോ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു പേജിലേക്ക് വരിക. ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, കസ്റ്റമൈസർ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മെനു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മെനു നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ആദ്യം നമുക്ക് ലോഗോ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഗോസ് ആൻഡ് സൈറ്റ് ടൈറ്റിൽസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ലോഗോ എന്നുള്ളത് കൊണ്ട് അവിടെ സെലക്ട് ലോഗോ കൊടുക്കുക, അപ്ലോഡ് ഫയൽ കൊടുക്കുക, സെലക്ട് ഫയൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് എന്ന് കൊടുക്കുക. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം കേട്ടോ. ക്രോപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടമാണ് ക്രോപ്പ് ഇമേജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ക്രോപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ലോഗോ നമ്മുടെ ആ ഒരു കളർ വെച്ചിട്ട് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ മോളിവുഡ് ന്യൂസ് ഇവിടെ ഈ ബട്ടൺസിൻ്റെ ഒക്കെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ എപ്പോഴും ഈ ഐക്കൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേൾഡിൻ്റെ ഒരു ഗ്ലോബിൻ്റെ ഐക്കണാണ്. നേരെ മറിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഐക്കൺ സെറ്റ് ചെയ്യണം. ക്യാൻവയിൽ പോയിട്ട് ഇവിടെ 300 പകരം ഇവിടെ 1000 എന്ന് കൊടുത്താൽ മതി. 1000 എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് വരും. ആൻഡ് അവിടെ നിന്ന് നമുക്ക് എലമെൻറ്റ്സിൽ പോയിട്ട് ഈ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്തില്ലേ ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ ഒന്ന് ലാർജ് ആക്കിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് നേരെ നമ്മുടെ കളർ കോഡ് ഒന്ന് കോപ്പി ചെയ്യുക. ഇതിവിടെ സൈസൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ കളർ കോഡ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ കളർ കോഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ remove.bg വീണ്ടും വരിക. എന്നിട്ട് ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇനി വീണ്ടും ഈ കസ്റ്റമൈസ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ സെലക്ട് ഐക്കൺ എന്ന് കൊടുക്കുക, അപ്ലോഡ് ഫയൽസ്, സെലക്ട് ഫയൽസ്. നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഐക്കൺ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ഐക്കൺ മാറിയിട്ടുണ്ട്, ഐക്കൺ ചേഞ്ച് ആയി. ഇവിടെ ഗ്ലോബാണ്. ഇതൊന്ന് റിഫ്രഷ്, ഇപ്പോൾ ഞാൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ ഐക്കൺ മാറി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഐക്കൺ സെറ്റ് ചെയ്യുക. ഇനി നമുക്കവിടെ സൈറ്റ് ആയിട്ടില്ല ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ എന്താ വെച്ച് കൊടുത്തോ, നിങ്ങളുടെ ടാഗ് ലൈൻ എന്താ വെച്ച് കൊടുത്തോ. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ഹെഡർ സെറ്റ് ചെയ്യണം. ഹെഡറിലാണ് നമുക്ക് ഇവിടെ മെനു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മെനു സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടെ അപ്പിയറൻസിൽ പോയിട്ട് ഇവിടെ മെനൂസിൽ ക്ലിക്ക് ചെയ്യാം. മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെയിൻ മെനു എന്ന് കൊടുക്കുക. അപ്പോൾ മെയിൻ മെനു എന്ന് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് മെനു എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെനു ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെനുവിൽ ഇങ്ങനെ അത്യാവശ്യം മെനൂസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പേജസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആകെ ഉള്ളത് കാറ്റഗറീസ് ആണ്. അപ്പോൾ കാറ്റഗറീസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ മോളിവുഡ് ന്യൂസ് എന്നിട്ട് ഇവിടെ ആഡ് ടു മെനു കൊടുക്കുക. ഇനി ഇത് കാറ്റഗറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സബ് കാറ്റഗറിയും ഈ കാറ്റഗറിയും പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഹോം പേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു പേജാണ്. ഇവിടെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ടുള്ളൊരു മെനു. ഇത് അതിൻ്റെ സബ് മെനു ആണ്, മോളിവുഡ് കളക്ഷൻ എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിൻ്റെ. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ മൂവി അപ്ഡേറ്റ് ആണ് മെയിൻ മെനു പറയുന്നത് മൂവി അപ്ഡേറ്റ് ആണ്. അതിൻ്റെ സബ് മെനു ആണ് ഈ മോളിവുഡ് ന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ ആക്കുക നോക്കുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് രണ്ടും മെനു ആണ്. മോളിവുഡ് ന്യൂസ്, മോളിവുഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്, മോളിവുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മെനു. നമുക്ക് ഈ മോളിവുഡിൻ്റെ സബ് മെനു ആയിട്ടാണ് മോളിവുഡ് ന്യൂസ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇതിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട്. ഇപ്പോൾ അത് സബ് ഐറ്റമായി, കണ്ടോ? ഇപ്പോൾ ഈ കാറ്റഗറി സബ് ഐറ്റമായി. ഇങ്ങനെയാണ് നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കസ്റ്റം ലിങ്ക്സ് വരിക, ഇവിടെ ലിങ്ക് ടെസ്റ്റിൻ്റെ അവിടെ ഹോം എന്ന് കൊടുക്കുക. ഇവിടെ URL ചോദിച്ചിട്ടുണ്ട്, URLൻ്റെ അവിടെ എന്താ കൊടുക്കുക? നമ്മുടെ ഈ ഒരു ലിങ്ക്. ഓക്കെ, അത് കോപ്പി ചെയ്യുക, ഇവിടെ URLൻ്റെ അവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് ടു മെനു കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് നമുക്കിത് ഏറ്റവും ടോപ്പിലാണ് വേണ്ടത്. ഫസ്റ്റ് മെനു പിന്നെയാണ്, അല്ല ഫസ്റ്റ് ഹോം പിന്നെയാണ് മറ്റേതൊക്കെ. എന്നിട്ട് ഇവിടെ സേവ് മെനു കൊടുക്കുക. സേവ് മെനു കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, അതൊന്നും ആയിട്ടില്ല. നമുക്ക് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മെനു ക്രിയേറ്റ് ചെയ്തുള്ളൂ, പക്ഷേ അത് അസൈൻ ചെയ്തിട്ടില്ല. ആ മെനു, ഈ ഒരു മെനു നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവിടെ താഴോട്ട് വരിക, ഇവിടെ മെനു എന്ന് പറഞ്ഞിട്ടുണ്ട്, മെനൂസ് എന്ന് പറഞ്ഞിട്ട് കോഡ് സെക്ഷനിൽ മെനൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ മെനൂസിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെയിൻ മെനു എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെയിൻ മെനു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ മെയിൻ മെനു കാണാം നിങ്ങൾക്ക്. ഓക്കെ, അത് എന്നിട്ട് ഇവിടെ പ്രൈമറി മെനു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പ്രൈമറി നാവിഗേഷനിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത മെനു കാണാം. ഹോം ഉണ്ട്, ഇവിടെ മോളിവുഡ് ഉണ്ട്, ഇവിടെ താഴെ മോളിവുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെനൂസ് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഒരു പേജിൽ ഞാൻ ഒരുപാട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു 10 പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മെനൂസിനുള്ള ഓപ്ഷനും ഇത്രയും നല്ലൊരു ഭംഗിയും കാണുന്നത്. നിങ്ങൾ അത്യാവശ്യം പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ മെനു ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ മാറ്റണം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ മൂവി ബസ്സിൻ്റെ ഈ ഒരു കളറാണ് നമുക്കുള്ളത്, ഒരു പർപ്പിൾ കളറാണ്. ഇവിടെ ഒരു ലൈറ്റ് ഒരു പർപ്പിൾ കളർ, ഒരു ബ്ലൂയിഷ് കളറാണ്. അപ്പോൾ നമുക്ക് ആ കളർ ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഈ മോളിവുഡ് മ്യൂസിക് കാറ്റഗറീസിലൊക്കെ ആ കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജനറൽ സെറ്റിങ്സിൽ പോവാം. ഇവിടെ ബേസ് കളർ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആക്സെൻറ്റ് കളർ എന്നുണ്ടാവും, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കളർ പിക്കർ എടുക്കുക, പിക്ക് കളർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ലോഗോൻ്റെ അവിടെ നിന്ന് പോയിട്ട് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു കളർ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് അടിക്കാം. ഇവിടെ നിന്ന് പോസ്റ്റ് കാറ്റഗറി കളറോട് പോവാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഈ ഒരു കളർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ മോളിവുഡിൻ്റെ കളറാണ് മാറ്റിയത്. അപ്പോൾ മോളിവുഡിൻ്റെ കളർ മാറി, മോളിവുഡ് ന്യൂസിൻ്റെ കളർ മാറിയില്ല. അപ്പോൾ മോളിവുഡ് ന്യൂസിൻ്റെ കളറിൽ പോവാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഒരുപാട് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാറൊക്കെ അവിടെ കിടക്കട്ടെ. പിന്നെ ഇവിടെ റീസെൻറ്റ് പോസ്റ്റ് ഉണ്ട്, റീസെൻറ്റ് പോസ്റ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അല്ലെങ്കിൽ ഈ സൈഡ് ബാറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ വിഡ്ജറ്റ്സിൽ പോയിട്ട് സൈഡ് ബാർ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആകെ ചെയ്യേണ്ടത് എന്താ പറയുക, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നോക്കണം. പിന്നെ നമുക്ക് ഇവിടെ താഴെ ഫുട്ടർ നമുക്ക് റെഡിയാക്കണം. നമ്മുടെ ഇവിടെ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഫുട്ടർ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ലോഗോ, ഇവിടെ സെർച്ച്, പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയാസ്, ഇങ്ങനെയാണ് ഫുട്ടർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുട്ടർ ഇങ്ങനെയൊന്ന് ശരിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ബാർ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് സൈഡ് ബാർ സെറ്റാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഇവിടേക്ക് പോയിട്ട് ഇവിടെ അപ്പിയറൻസിൽ പോകാം. അപ്പിയറൻസിൽ വിഡ്ജറ്റ്സ് ഉണ്ട്, അപ്പോൾ വിഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ റീസെൻറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി ഇവർ കൊടുത്തിരിക്കുന്ന കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ഓതർ നെയിം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ പോസ്റ്റ് കണ്ടൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യും. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഫീച്ചർഡ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫീച്ചർഡ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഫീച്ചർഡ് ഇമേജ് ഒരു 25% അല്ലെങ്കിൽ ഒരു 50% മതി. ആൻഡ് ഇവിടെ തംബ്നെയിൽ മാറ്റിയിട്ട് ഒരു മീഡിയം ആക്കിയിട്ട് ഇവിടെ നമുക്കൊരു 25, ഓക്കെ, ഇത് മതി. എന്നിട്ട് ഇവിടെ നമുക്ക് അലൈൻമെൻറ്റിൻ്റെ അവിടെ ലെഫ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ മൂവി ബസ് വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടില്ലേ റീസെൻറ്റ് പോസ്റ്റ് എന്ന് നമ്മുടെ ആ ഒരു ഇമേജ്, പോസ്റ്റ് ഇമേജ് കൊണ്ട് വരും. ഓക്കെ, പോസ്റ്റ് ഇമേജ് ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിവിടെ വിഡ്ജറ്റ്സിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എന്താ സെറ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നമുക്ക് ഫുട്ടറാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു സെക്ഷനിലോട്ട് വരിക. ഇവിടെ നമുക്ക് ഫുട്ടറാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫുട്ടർ 1, ഫുട്ടർ 2, ഫുട്ടർ 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുട്ടർ 1 സെലക്ട് ചെയ്യുക, ഇവിടെ പ്ലസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കണ്ടില്ല ഇമേജ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇമേജ് ആണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ ഇവിടെ മീഡിയ ലൈബ്രറിയിൽ പോവാം, നമ്മുടെ ഇവിടുത്തെ ലോഗോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഞാനിവിടെ റിഫ്രഷ് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടെ താഴെ ഫുട്ടർ 2ൻ്റെ അവിടെ സെർച്ച് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വിഡ്ജറ്റ്സിൻ്റെ അവിടെ വീണ്ടും വന്നിട്ട് ഫുട്ടർ 2ൽ പോവാം.
ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കിനി ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പിൽ പോയിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്നിട്ട് ഗ്രൂപ്പ് ബ്ലോക്സ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ലേ ഔട്ട് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പ്ലസ്സിൽ പോയിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഹെഡിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ഹെഡിങ് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് സെർച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ ഒരു പ്ലസ് ബട്ടൺ ഇല്ല, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെർച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ബാർ വരും. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം, ആവശ്യത്തിന് എഡിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമുക്കിത് 100% ആക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കിതിൻ്റെ ടൈപ്പോഗ്രഫി നമുക്ക് സ്മോൾ ആക്കണോ എക്സൽ ആക്കണോ അത് കണ്ടത്. ഓക്കെ, നമുക്കത് എന്താ വേണ്ടത് വെച്ച് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഹൈറ്റ് കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് സ്മോൾ മതി. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ബട്ടൺ പൊസിഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോ ബട്ടൺ എന്ന് കൊടുക്കാം. ബട്ടണിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ വരാം. ആ ഒരു രീതിയിലാക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സെർച്ച് സംഭവം കളയാം. അതായത് നമ്മൾ മുകളിൽ ഓൾറെഡി സെർച്ച് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ സെക്ഷനിൽ പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫുട്ടർ 3യിൽ നമുക്ക് നോക്കാം. ഫുട്ടർ 3യിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഫുട്ടർ 3യിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഐക്കൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫുട്ടർ ഇത് സെറ്റ് ആയ ശേഷം ഇനി ഫുട്ടർ 3യിലേക്ക് പോവാം. 3യിലേക്ക് പോയിട്ട് ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ പോയിട്ട് ആദ്യം തന്നെ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഡബിൾ ഇത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പ്ലസ്സിൽ പോയിട്ട് ഹെഡിങ് പോവുക. ഇവിടെ സോഷ്യൽ മീഡിയാസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലസ്സിൽ പോവാം. ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഒന്ന് പെട്ടെന്നെല്ലാം സെലക്ട് ചെയ്തോട്ടെ. ഓക്കെ, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ലിങ്ക് ആഡ് ചെയ്യേണ്ട എങ്ങനെ നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സോഷ്യൽ ലിങ്ക് എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ ID കൊടുക്കുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. എത്രയേ ഉള്ളൂ, എൻ്റർ അടിച്ചാൽ മതി. ആ ഒരു ലിങ്ക് നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ ലിങ്ക് ഇല്ലേ, അത് കോപ്പി ചെയ്യുക, ഇവിടെ ലിങ്കിൽ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. എത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ ഓക്കെ, എല്ലാം ഓക്കെ ആയി. ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ടർ ഒന്ന് വന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ലിങ്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ഒരു ലിങ്ക് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ലിങ്ക് കൊടുക്കുക. ഇവിടെ ഹാഷ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. നിങ്ങളുടെ ഹാഷിന് പകരം നിങ്ങളിവിടെ ലിങ്ക് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഹാഷ് കൊടുക്കരുത്, നിങ്ങളുടെ യൂസർ നെയിമുള്ള ലിങ്ക് കൊടുക്കണം. ഇവിടെ ഹാഷ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ, നമ്മളിവിടെ എന്താ പറയുക ഹാഷ് എന്ന് കൊടുത്തിട്ട് എല്ലാത്തിനും താൽക്കാലികം ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഇവിടെ എന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോപ്പപ്പ് വരണം. അതായത് ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോപ്പപ്പ് വരണില്ലേ, ഇതുപോലെ പോപ്പപ്പ് വരണം. അപ്പോൾ നമുക്ക് അതിനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ പോവാം. ഇവിടെ പോവാം. എന്നിട്ട് ഇവിടെ ഹസിലിൽ വീണ്ടും പോവാം. ഹസിലിൽ പോയതിന് ശേഷം ഇവിടെ പോപ്പപ്സ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പോപ്പപ്പ് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമുക്ക് ഇവിടെ നേരെ ബിഹേവിയറിലോട്ട് വരാം. ബിഹേവിയറിലോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ #, പോപ്പപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസിൽ പോവാം. ഇവിടെ ഈ ഒരു ബട്ടൺ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ബട്ടൺ ഹെഡറിൽ പോയിട്ട് ഈ ഒരു ബട്ടൺ ഒന്ന് ഒരു സെക്കൻഡ് നമുക്കിവിടെ ഹെഡറിൽ പോവാം. എന്നിട്ട് ഇവിടെ മെയിൻ ഹെഡറിൽ പോവാം. എന്നിട്ട് ഇവിടെ ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബട്ടൺ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ അഡീഷണൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് BTN സ്മോൾ എന്നാണ്. ഈ BTN സ്മോൾ എന്നുള്ള ഈ ഒരു സാധനം കോപ്പി ചെയ്യുക. ഈ ഒരു സാധനം കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഇവിടേക്ക് വീണ്ടും വരിക, ഈ ഒരു സെക്ഷനിലേക്ക് വീണ്ടും വരിക. ഇനി നമ്മളിവിടെ #, പോപ്പപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് #, അല്ല കൊടുക്കേണ്ടത്, ഇവിടെ നമുക്ക് ഡോട്ടാണ് കൊടുക്കേണ്ടത്. ഡോട്ട് എന്ന് കൊടുത്തിട്ട് BTN സ്മോൾ എന്ന് ഒരു കോമ ഇടുക, പിന്നെ ഇവിടെ ഡോട്ട് ഇടുക. അത് സെപ്പറേറ്റ് ചെയ്യണ്ടോ ഈ കോമ. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മൾട്ടിപ്പിൾ സെലക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ കോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോപ്പപ്പ് അവിടെ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമ്മളിത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് BTN സ്മോൾ എന്നിട്ട് ഇട്ടു. അത് ഡോട്ട് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ പോപ്പപ്പ് വന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി.
ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം വിട്ടു, ഈ ഒരു സംഭവം നമുക്ക് കളയണം. അതായത് ഇവിടെ എന്താ പറയുക, കോപ്പിറൈറ്റ് 2025 മൂവി ബസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്ലോഗ് ഹാഷ് വേർഡ് പ്രസ് തീം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോഗ് ഹാഷ് വേർഡ് പ്രസ് തീം എന്നുള്ള സാധനം നമുക്ക് കളയണം. അപ്പോൾ നമുക്ക് അതിനെന്താ ചോദിച്ചാൽ ഇവിടെ കസ്റ്റമൈസിലോട്ട് വരിക. ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഏറ്റവും താഴോട്ട് പോവുക. എന്നിട്ട് ഇവിടെ ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവം ഉണ്ട്. അതിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ല ഒരു പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് വരും. അപ്പോൾ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഓൾ റൈറ്റ്സ് റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ, ബോൾഡ് എന്ന് പറഞ്ഞിട്ട് തീം ലിങ്ക് എന്നുള്ള ആ ഒരു സാധനം കൂടെ എടുത്ത് കളയുക. ഓക്കെ, അത് കളഞ്ഞപ്പോൾ ഇതാണ്ടില്ലേ, ഇവിടെ അത് പോയി. എന്നിട്ട് ഇവിടെ നമുക്ക് പബ്ലിഷ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ എല്ലാം സെറ്റായി. ഇനി നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഗൂഗിൾ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗൂഗിൾ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗൂഗിളിൽ പോകാം. ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക. ഇവിടെ നമ്മളുടെ പ്രൊഫൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫൈൽ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം കാണിക്കും. ഡൊമൈൻ നെയിം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്ത ഡൊമൈൻ നെയിമാണ്. ഇത് ഇവിടെ നിന്നിട്ട് സൈറ്റിൽ പോവാം. ഇവിടെ സൈറ്റിൽ പോയിട്ട് ഇവിടെ ആഡ് ന്യൂ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ ന്യൂസ് സൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ചോദിക്കും. അപ്പോൾ ലെറ്റ്സ് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഇവിടെ നമുക്ക് ഇത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ മൂവി ബസ് എന്നുള്ള ഇതൊരു സബ് ഡൊമൈനാണ്. ഇവിടെ എന്താ പറയുക, ഗൂഗിൾ ആഡ്സ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ഡൊമൈൻ ആയിരിക്കണം. അതായത് ഇവിടെ മൂവി ബസ് എന്ന് പാടില്ല, ഇവിടെ മാൽക്കം 1 എന്ന് മാത്രമേ പാടുള്ളൂ. മൂവി ബസ് എന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂസ് മീഡിയ വെബ്സൈറ്റ് സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് ഡൊമൈൻ വാങ്ങിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഡൊമൈൻ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ഡൊമൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ ഈ ഒരു ഡൊമൈൻ കൊടുക്കുക, എന്നിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് അയക്കും വരെ ഇവിടെ നമ്മുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈ സൈറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റ് ഈ മാൽക്കം 1 എന്നുള്ള സൈറ്റ് നമ്മുടേതാണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടേതാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ആഡ്സെൻസ് കോഡ് സ്നിപ്പെറ്റ് എന്നുണ്ട്. അതായത് ഇവിടെ നമ്മളുടെ ഹെഡ് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു ഹെഡ് സെക്ഷനിൽ നമ്മുടെ ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ടെക്സ്റ്റ് സ്നിപ്പെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് അല്ലാണ്ട് ഇനി മെറ്റാ ടാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ആഡ്സെൻസ് കോഡ് സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു പേജിലേക്ക് വരിക. ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പ്ലഗിൻസിലോട്ട് പോവാം. ഇവിടെ പ്ലഗിൻസിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്ഡേറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ആഡ് പ്ലഗിൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹെഡർ ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഹെഡർ ഫുട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹെഡർ ഫുട്ടർ കോഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇതാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. WP കോഡ് ഇൻസൈഡ് ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ തൽക്കാലം ഇവിടെ ഹെഡർ ഫുട്ടർ കോഡ് മാനേജറാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് കൊടുക്കുക. അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ HFCM എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ സ്നിപ്പെറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്നിപ്പെറ്റ് നെയിം പറയുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ എന്താ പറയുക സൈറ്റ് സ്നിപ്പെറ്റ് ടൈപ്പ് വെച്ചിട്ടുണ്ട്, അത് ഇവിടെ HTML എന്ന് തന്നെ കൊടുക്കുക. CSS JavaScript ഒന്നും കൊടുക്കണ്ട. പിന്നെ ഇവിടെ സൈറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, സൈറ്റ് വൈഡ് എന്നുണ്ട്, അത് നമുക്ക് ഇവിടെ സൈറ്റ് വൈഡ് തന്നെ. പിന്നെ ഇവിടെ സൈറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ സൈറ്റ് വൈഡ് എന്നുണ്ട്, അത് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ ഇവിടെ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഫുട്ടർ എന്നാണെങ്കിൽ ഇത് ഹെഡറിലേക്ക് ആക്കണം കേട്ടോ, ഹെഡറാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ സ്നിപ്പെറ്റ് കോഡുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാം. ഇനി നമുക്കിവിടെ സൈറ്റ്സിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഐ ഹാവ് ഓൾറെഡി പ്ലേസ്ഡ് ദ കോഡ് എന്ന് പറഞ്ഞിട്ട് വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ നിങ്ങളുടെ അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിന് ഗൂഗിളിന് ഒരു 2-3 ഡേയ്സ് എടുക്കും. ഞാനിപ്പോൾ എന്താ പറയുക ഈ മാൽക്കം 1 എന്നുള്ള ആ ഒരു സൈറ്റ് ഡെവലപ്മെൻറ്റിലാണ്. അത് നമ്മുടെ ഒഫീഷ്യൽ കമ്പനി സൈറ്റാണ്, അപ്പോൾ അത് ഡെവലപ്മെൻറ്റിലാണ്. അപ്പോൾ അത് എന്താ പറയുക നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ, ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി പേട്രിയോണും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഫുൾ ടൈം അതായത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേട്രിയോണും മറക്കാതെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.